Namaste. I would like to greet you all to this session, BPAG 174, Sustainable Development. Okay, I am Unikrishnan. Okay, now today we'll be taking Unit 6, International Convention. ഇത് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ, കാരണം ഇത് ഹൈലി പെട്ടെന്ന് വായിച്ചാൽ മനസ്സിലാവാത്തതാണ് കേട്ടോ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക്. അതുകൊണ്ട് വളരെ ശ്രദ്ധാപൂർവ്വം ഇത് കേൾക്കണം. സോ ഇത് ഇന്റർനാഷണൽ കൺവെൻഷൻസ് ആണ്. യൂണിറ്റ് 6 ആണ്. BPAG 174 ആണ്. ഐ ഹോപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ബുക്ക് കിട്ടിയിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ ഇല്ലെങ്കിൽ കൺസേൺഡ് സ്റ്റഡി സെൻറ്ററെ കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്യുക. ഓക്കെ, പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. റീഡ് ദ ടെക്സ്റ്റ് പ്രോപ്പർലി. ഓക്കെ, ലാസ്റ്റ് മൂമെന്റിലേക്ക് വെക്കരുത്, കാരണം ടെക്സ്റ്റ് വളരെ എന്താ പറയണ്ടത്, അപ് ടു ഡേറ്റ് ആയിട്ടുള്ള വേർഷൻസ് ആണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. ഓക്കെ, സോ ഇവിടെ പറയുന്നത് ഇന്റർനാഷണൽ കൺവെൻഷൻസ് ഓൺ സസ്റ്റൈനബിൾ, സുസ്ഥിര വികസനത്തിന് ഇന്റർനാഷണൽ കൺവെൻഷൻ എന്താണെന്ന്. ആദ്യം നമ്മൾ ഇന്ത്യ എന്താണെന്ന് ആദ്യം അറിയണം. ഓക്കെ, അപ്പൊ നമ്മുടെ ഭരണഘടന പ്രകാരം നോക്കൂ, it is enshrined in our Indian constitution to strive towards excellence in all, എല്ലാ ഏരിയയിലും എക്സലൻസ് ഓഫ് ഇൻഡിവിജ്വൽ, എല്ലാവരുടെയും ധർമ്മമാണത്, ഡ്യൂട്ടിയാണ്. ആൻഡ് കളക്റ്റീവ് ആക്ടിവിറ്റി, വി ആർ വൺ, യൂണിറ്റി ഷുഡ് ബി there, so that the nation constantly rises to higher levels of endeavoring and achievement. എല്ലാവരും കൂടി പ്രയത്നിച്ചാൽ നമ്മുടെ എന്താണ് നമ്മുടെ ഗോള് നേഷൻ്റെ, അത് നമുക്ക് നിഷ്പ്രയാസം നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. സോ അച്ചീവ്മെന്റ് ഈസ് ദ ഫണ്ടമെന്റൽ ഡ്യൂട്ടി ഓഫ് എവരി സിറ്റിസൺ ഓഫ് ഇന്ത്യ. ലെറ്റ് മീ റീഡ് വൺസ് അഗെയിൻ. ആസ് പെർ ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇറ്റ് ഈസ് എൻഷ്രിൻഡ് ഇൻ അവർ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. നിങ്ങൾക്കറിയാം, നമ്മുടെ ഡോക്ടർ BR അംബേദ്കർ, ഫാദർ ഓഫ് ദ അദ്ദേഹമാണ് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. 26/1/1950 ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്നത്. ഇത്തരത്തിലുള്ള ഒരു വണ്ടർഫുൾ കോൺസ്റ്റിറ്റ്യൂഷൻ ലോകത്തിൽ എവിടെയെങ്കിലും കാണാൻ പറ്റുമോ എന്ന് വളരെ സംശയമാണ്. ഫെഡറൽ സിസ്റ്റമാണ്, ലോങ്ങസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് ഇന്ത്യ. നമ്മളെ ഭാരതീയർ എന്താണ് ഇന്ത്യ എന്ന് ആദ്യം അറിയേണ്ടത്. ഓക്കെ, നമ്മുടെ റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്, ലോങ്ങസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് ലോകത്തിലെ, ലോങ്ങസ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. അതായത് 2 കൊല്ലം 11 മാസം 18 ദിവസം കൊണ്ട് അന്ന്, ഏത് 1947 കാര്യം പറഞ്ഞു. അത് കഴിഞ്ഞ് പല അമെൻമെന്റ് നടന്നിട്ടുണ്ട് കേട്ടോ, അപ്പോൾ കൂടുതലാണ്. അത്ര അധികം സമയം എടുത്തിട്ട് പല കമ്മിറ്റിയും ഇതിന് ഫോർമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടായിരുന്നു. പിന്നെ ഒന്നും കൂടി ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് പല രാജ്യങ്ങളിൽ നിന്നും നല്ല നല്ല തത്വങ്ങൾ എടുത്തതാണ്. ഇതൊന്നും നിങ്ങളുടെ പുസ്തകത്തിലില്ല കേട്ടോ, ലെസണില്ലേ. ഞാൻ പറയാണ്, നിങ്ങളുടെ ഇൻഫർമേഷന് വേണ്ടി പറയാണ്. നല്ല നല്ല വെൽഫെയർ, അതായത് ജനതയ്ക്ക് വേണ്ടിയിട്ട്, അതായത് കൺട്രീസ്, അതായത് UK, നമ്മുടെ ഓസ്ട്രേലിയ, കാനഡ, USA, അതേമാതിരി റഷ്യ, പണ്ടത്തെ USSR കേട്ടോ, അന്ന് റഷ്യ ഇല്ല, USSR, അയർലൻഡ്, അതേമാതിരിയുള്ള പല രാജ്യങ്ങളിൽ നിന്ന് നല്ല നല്ല തത്വങ്ങൾ എടുത്തിട്ടാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കിയത്. ഓക്കെ, അങ്ങനെ 26/1, അതായത് റിപ്പബ്ലിക് ഡേ 1950 ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പൊ എന്താണ് പറയുന്നത് വെച്ചാൽ, നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ദാറ്റ് ഈസ് എൻഷ്രിൻഡ് ഇൻ അവർ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ടു സ്ട്രൈവ്, ഓരോരുത്തരും അവനാൽ സാധിക്കുന്ന പരമാവധി ടുവേർഡ്സ് എക്സലൻസ് ഇൻ ഓൾ ഫീൽഡ്സ്, ഓക്കെ, ഓഫ് ഇൻഡിവിജ്വൽ ആൻഡ് കളക്റ്റീവ് ആക്ടിവിറ്റി. എല്ലാവരും കൂടി ഒത്തൊരുമിച്ചാൽ മാത്രമേ നമുക്ക് സാധിക്കൂ. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് എവരിബഡി കറക്റ്റ് റെസ്പോൺസിബിലിറ്റീസ് റിക്വയർഡ്, സോ ദാറ്റ് ദി നേഷൻ കോൺസ്റ്റന്റ്ലി റൈസസ് ടു ഹയർ ലെവൽസ് ഓഫ്. ഗവൺമെന്റ് വിചാരിച്ചാൽ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റില്ല, ജനങ്ങൾ വിചാരിക്കണ്ടേ. എന്താ മെയ് 1 പറഞ്ഞ ലേബർ ഡേ ആണ്. എന്താ അതിന്റെ സിംബോൾ അറിയാമോ? 2 കൈയും കൂടി ഒരുമിച്ച്. എന്താ അതിന്റെ അർത്ഥം? എല്ലാവരും കൂടി ഒന്നായാൽ മാത്രമേ നമുക്ക് പ്രൊഡക്ടിവിറ്റി, മാനുഫാക്ചറിങ് ഫെസിലിറ്റീസ് എല്ലാം ചെയ്യാൻ പറ്റൂ. അപ്പൊ അതാണ് പറയുന്നത്. സോ the higher levels of endeavor and achievement is the fundamental duty of every citizen of India. ഇന്നലെ കുറെ നമ്മുടെ വെൽഫെയർ സ്കീംസ് പറയേണ്ടായി. ഇത് ഞാൻ ലെസണിൽ പ്രവേശിക്കുന്നതിന് മുമ്പേ നമ്മുടെ പ്രധാനമന്ത്രി മോഡിജിയുടെ അനവധി സ്കീം, അതേ പ്രകാരം മറ്റുള്ള സ്കീംസും കുറേ പറയേണ്ടായി. അതിൻ്റെ ഇത് പറയാനുള്ള പ്രധാന കാരണം ഒറ്റ വാചകത്തിൽ ഞാൻ ചുരുക്കുന്നു: സോഷ്യൽ സെക്യൂരിറ്റിയാണ് ഇതെല്ലാം.
ഫാർമേഴ്സിൻ്റെ അനവധി ഫാർമേഴ്സ് മരിക്കേണ്ടായിരുന്നു. നമ്മുടെ ഡ്രോട്ടും അതേമാതിരി അഗ്രികൾച്ചറിൽ പല ലോസും, അങ്ങനെ പല പല അവരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടും കർഷകരുടെ, അതേപ്രകാരം മറ്റുള്ളവരുടെ വിധവ, അതേമാതിരി ഓൾഡ് ഏജ്, അതേമാതിരി കുട്ടികളുടെ ആൺകുട്ടികളെ പെൺകുട്ടികളെ അവരുടെ വളരെ അതിന് വേണ്ടിയിട്ട് വെൽഫെയറിന് വേണ്ടിയിട്ടൊക്കെ പല 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 ഒരുപടി. എന്നാലും ഞാൻ കുറെ പറഞ്ഞല്ലേ, കുറച്ച് മാത്രമേ ഉള്ളൂ. വാട്ട് എവർ ഐ ടോൾഡ് ഇറ്റ് ഈസ് ഓൺലി 2%. 98% ഐ ഡിഡ് ടെൽ യു. കാരണം സമയത്തിന്റെ അഭാവം കൊണ്ട്, കാരണം എല്ലാം എനിക്ക് പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഈ സോഷ്യൽ സെക്യൂരിറ്റി സ്കീംസ് അനൗൺസ്ഡ് ബൈ ദി സെൻട്രൽ ഗവൺമെന്റ് ഓർ ദ സ്റ്റേറ്റ് ഗവൺമെന്റ്, വാട്ട് എവർ ഇത്, ഓക്കെ, ഓഫ് ദ ഗവൺമെന്റ് മേക്ക് പീപ്പിൾ, എന്തിനാണത്, ഫൈനാൻഷ്യലി സ്ട്രോങ് അല്ലേ. ഇല്ലാത്തവർക്ക് പൈസ എല്ലാവരും കിട്ടി സന്തോഷമായിട്ട് ജീവിക്കാൻ ഒരു കുടുംബം അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇതെല്ലാം ചെയ്യുന്നത്. സോ ഫൈനാൻഷ്യലി സ്ട്രോങ് ദ ഹെൽപ്പ് ദം ഫേസ് ലൈഫ്സ് അൺസർട്ടനിറ്റീസ്. അതായത് നമുക്ക് ഒന്നും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല നാളെ എന്താ സംഭവിക്കുന്നത് അല്ലേ. അപ്പൊ അതുകൊണ്ട് ലൈഫിന്റെ അൺസർട്ടനിറ്റിയെ നമ്മൾ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം. ആൻഡ് സപ്പോർട്ട് ഫാമിലീസ് ഓക്കെ റൈസ് എബവ് ഫൈനാൻഷ്യൽ ഡിഫിക്കൽട്ടീസ്. ഓക്കെ, അപ്പോൾ ഫൈനാൻഷ്യൽ ഡിഫിക്കൽട്ടിയിലെ മീതെ വരാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. ഓക്കെ, ഇനി ഈ യൂണിറ്റ് 6 പിന്നെ കണ്ടൻസ് ജേർണി ഓഫ് 2 decades, 20 കൊല്ലം പ്രിയോർ ടു എർത്ത് സമ്മിറ്റ്, ഭൂമിയുടെ എന്താണ് അതൊക്കെ ഞാൻ പറയാം. എർത്ത് സമ്മിറ്റ് 1992, അതിൻ്റെ ഇതൊക്കെ പറയാം. എ ക്രിട്ടിക്കൽ അപ്രൈസൽ ഓഫ് ഇന്റർനാഷണൽ കൺവെൻഷൻ. ഇത് ജസ്റ്റ് ഒരു സബ് ടോപ്പിക്സ് ആണ് കേട്ടോ. നൗ ഇൻട്രൊഡക്ഷൻ. ഈ യൂണിറ്റിന്റെ ഇൻട്രൊഡക്ഷൻ എന്താണ്? വി ആൾ നോ ബൈ നൗ ദാറ്റ് concept of sustainable development implies meeting the needs of the present generation. ആദ്യം എന്താണ്? ഇന്നത്തെ ജനങ്ങളുടെ നീഡ് അല്ലേ. ആദ്യം നമ്മുടെ ജനങ്ങളുടെ നീഡ് അല്ലേ പ്രസന്റ് ജനറേഷൻ. വിത്തൗട്ട് കോംപ്രമൈസിങ് ദ എബിലിറ്റി ഓഫ് ഫ്യൂച്ചർ ജനറേഷൻ ടു മീറ്റ് ദെയർ ഓൺ നീഡ്സ്. അപ്പൊ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ജനറേഷന്റെ ആവശ്യങ്ങളും അതേമാതിരി ഫ്യൂച്ചറിന്റെ, അതായത് നോട്ട് ഓൺലി ഫോർ അവർ ജനറേഷൻ, ഫ്യൂച്ചർ ജനറേഷൻ്റെയും കൂടി ഇത് അതാണ് റിസോഴ്സസ്, നാച്ചുറൽ റിസോഴ്സസ് ഒക്കെ നമ്മളെ ഫ്യൂച്ചറിന് വേണ്ടി നമ്മൾ സൂക്ഷിക്കണം. ടു മീറ്റ് ദെയർ ഓൺ നീഡ്സ്. ഇറ്റ് ക്യാൻ ഓൾസോ ബി വ്യൂഡ് ആസ് മെയിൻറ്റെയിനിങ് എ പേസ് എക്കണോമിക് ഡെവലപ്മെന്റ് ദാറ്റ് പ്രൊട്ടക്ട് ദി ലോങ് ടേം വാല്യൂ ഓഫ് എൻവയറമെന്റ്. അപ്പോൾ നമ്മളെ എൻവയൺമെന്റ് മെയിൻറ്റെയിൻ ചെയ്യണം, കീപ്പ് ചെയ്യണം, പ്രോപ്പറായിട്ട് പ്രൊട്ടക്ട് ചെയ്യണം. അൺഫോർച്ചുനേറ്റ്ലി ദ റാപ്പിഡ് ഗ്രോത്ത് റേറ്റ് ഓഫ് കൺട്രീസ് ഹാസ് റിസൾട്ട് ഇൻ ക്രിട്ടിക്കൽ ഡാമേജ്. അതായത് കൺട്രി കണ്ടമാനം വികസിച്ചപ്പോൾ അനവധി അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട്. ഏറ്റവും കൂടുതൽ ഇലക്ട്രോണിക് ഇതിൻ്റെ റേഡിയേഷൻസും വേസ്റ്റേജും മറ്റ് പൊല്യൂഷൻ ഉള്ളത് അമേരിക്കയാണ്. ബിക്കോസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇൻഡസ്ട്രിയലൈസ്ഡ് കൺട്രി ഇൻ ദ വേൾഡ്. അപ്പോൾ അതേ പ്രകാരം പൊല്യൂഷനും ഉണ്ട്, മനസ്സിലായില്ലേ? കാരണം മാനുഫാക്ചറിങ്ങും അതിന്തൊക്കെ ഫെസിലിറ്റീസ് കണ്ടുപോകാനുണ്ട്. അപ്പൊ പല വിധത്തിലുള്ള പൊല്യൂഷൻ ഉണ്ട് അവിടെ. ഇപ്പോൾ കമ്പ്യൂട്ടറാണോ വിചാരിക്കുക, അതിന് റേഡിയേഷൻസ് ഒക്കെ ഇല്ലേ പലതും. നിങ്ങൾ ഓർക്കണം, ഈ റേഡിയേഷൻ എങ്ങനെ വരുന്നത്? നിങ്ങൾ ഈ ആവശ്യമില്ലാത്ത കമ്പ്യൂട്ടർ എല്ലാം നിങ്ങൾ വലിച്ചെറിഞ്ഞു വിചാരിക്കുക. അതിൽ നിങ്ങൾ ഭൂമിയിൽ വലിച്ചെറിയുന്നതിൽ കംപ്ലീറ്റ് അതിൽ മഴ പെയ്താലോ അല്ലെങ്കിൽ വേറെ നിങ്ങൾ റേഡിയേഷൻസ് ഉണ്ട് ചിലത്. അപ്പൊ ശ്രദ്ധിക്കണം. ഇതൊക്കെ നമ്മുടെ അമേരിക്കയിലൊക്കെ, നമ്മുടെ കൺട്രിയിൽ എന്താ മോശമുണ്ടോ? ഏറ്റവും വലിയ റിസ്ക് ഇപ്പോൾ ഹാർഡ്വെയർ ഇതിന്റെ നമ്മുടെ എന്താണ് പറയാ, ഖരം മാലിന്യം, എന്താ മലയാളത്തിൽ പറയാ, അതാണ് ഏറ്റവും കൂടുതൽ. കാരണം നമ്മുടെ സെൽഫോൺ, ആവശ്യമില്ലാത്ത സെൽഫോൺ വലിച്ചെറിയുന്നു, ആവശ്യമില്ലാത്ത ഇതിൻ്റെ കമ്പ്യൂട്ടർ, ലാപ്ടോപ്പ്, ഇതെല്ലാം വലിച്ചെറിയുന്നു. നമ്മൾ എവിടേക്ക് വലിച്ചെറിയുന്നു? അപ്പോൾ എന്താന്ന് ചെയ്യാൻ പോണം? നിങ്ങൾക്കറിയാമോ, ഈ പ്ലാസ്റ്റിക് നിങ്ങൾ വലിച്ചെറിയുന്നില്ലേ, അതിൻ്റെ 50 കൊല്ലം കഴിഞ്ഞാൽ ആ പ്ലാസ്റ്റിക്കിന് അതേമാതിരി ഇരിക്കും. അതാണ് ഈ പ്ലാസ്റ്റിക് ഉപയോഗിക്കരുതെന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെ പൊല്യൂഷനാണ്, മനസ്സിലായില്ലേ? സോ പ്ലാസ്റ്റിക് 50 കൊല്ലം നിങ്ങൾ കുഴിച്ചിട്ട് നോക്കുള്ളൂ, അത് 50 കൊല്ലം കഴിഞ്ഞിട്ട് എടുത്താലും ശരി, ആ പ്ലാസ്റ്റിക് അതേമാതിരി ഇരിക്കും. സോ നമ്മളെ ഫ്യൂച്ചർ ജനറേഷന് വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കണം. അതെല്ലാം ഞാൻ പറഞ്ഞതാണ് ഇന്നലെ. അൺഫോർച്ചുനേറ്റ്ലി ദ റാപ്പിഡ് ഗ്രോത്ത്, ഈ ഏറ്റവും കൂടുതൽ വികസനം, ഇപ്പൊ ജപ്പാൻ, ചൈന, അതേമാതിരിയുള്ള ഓരോ രാജ്യങ്ങളും അതിൻ്റെതായ ഈ പൊല്യൂഷനും എൻവയോൺമെന്റൽ ഇഷ്യൂസ് ഉണ്ട് കേട്ടോ. Unfortunately, the rapid growth rate of countries has resulted in critical damage to the environment പറഞ്ഞു, which is a global. ഇത് എല്ലായിടത്തും ഉള്ളതാണ് കേട്ടോ, അല്ലാതെ നമ്മുടെ രാജ്യത്ത് മാത്രമുള്ളതല്ല.
ഇത്ര റാപ്പിഡ് ഗ്രോത്ത് വരുന്ന സമയത്ത് പല പ്രശ്നങ്ങളും പല സ്ഥലത്തും ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇപ്പൊ നിങ്ങൾ ഡൽഹി, വൺ ഓഫ് ദ മോസ്റ്റ് പൊല്യൂട്ടഡ് ഏരിയാസ് ഇൻ ദ വേൾഡ് സിറ്റീസ്. അതേ പ്രകാരം ഇപ്പൊ ബോംബെ ആയിക്കോട്ടെ, ബോംബെയിൽ താന, അതേമാതിരി ഗുഡ്ഗോൺ, ഫരീദാബാദ്, കാൺപൂർ, അവിടെ ലെതർ ഫാക്ടറി, ഇതൊക്കെ അങ്ങനെ പല പല സ്ഥലങ്ങളും എൻവയൺമെന്റിൽ ഇതുണ്ട്. സോ വേൾഡ് വൈഡ് ഫിനോമിനൻ അത്. ഇറ്റ് ഈസ് ക്രൂഷ്യൽ ടു ഹാവ്. അതുകൊണ്ട് ലോകത്തിലെ എല്ലായിടത്തും ഒരു കോമൺ ആയിട്ടുള്ള ഒരു കാര്യം ആയതുകൊണ്ട് യുണൈറ്റഡ് നേഷൻസ് ഇതിനെ പറ്റിയിട്ട് പല കൺവെൻഷൻ, മീറ്റിംഗ് ഇതൊക്കെ നടത്തിയിട്ടുണ്ട്. അതിൽ നമ്മുടെ എല്ലാ രാജ്യങ്ങളുടെ റെപ്രസെൻറ്റേറ്റീവ് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് പല പല പോളിസീസ് ഫോർമുലേറ്റ് ചെയ്യുന്നുണ്ട്, വിച്ച് കുഡ് എക്സ്പ്ലോർ ദ എഫക്റ്റീവ് സൊല്യൂഷൻ. എങ്ങനെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാം. അതാണ് ഇപ്പൊ നോക്കുള്ളൂ ഇതിന്റെ ട്രാഫിക് കൺട്രോളും പൊല്യൂഷൻ കൺട്രോളും വാട്ടർ പൊല്യൂഷൻ കൺട്രോളും ഒക്കെ കുറേ. ഇപ്പൊ നമ്മൾ പ്ലാസ്റ്റിക് ഉപയോഗിക്കരുത്, അതേമാതിരി പുകവലിക്കരുത്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്ത് എങ്ങനെ പറയുന്നില്ലേ. ഇതൊക്കെ ഇതിന്റെ പരിണാമ ഫലമാണ്. അതാ ഓരോരോ ഗൈഡൻസ്. HIV, അതേമാതിരി ഇപ്പൊ നമ്മൾ HIV, എയ്ഡ്സ്, അത് UNO പറഞ്ഞതാണ്. അതായത് HIV, എയ്ഡ്സ് ബാധിച്ച ഭാര്യയോ ഭർത്താവോ സ്ത്രീകൾ, അച്ഛനോ അമ്മയോ അതിലുണ്ടായ കുട്ടികൾക്കോ പാവം അവര് നിരപരാധികളാണ്, അവരെ നോക്കാതിരിക്കരുത്. ഇങ്ങനെയൊക്കെയുള്ള പല ഗൈഡിലാണ്. ചൈൽഡ് എക്സ്പ്ലോയിറ്റേഷൻ, 10, 14, 12 വയസ്സായ കുട്ടികളെ പണിയെടുപ്പിക്കുക ഫാക്ടറീസിൽ, അത് പാടില്ല. നിയമങ്ങൾ പറയുന്നു 18 വയസ്സിന് മുമ്പേ ഒരാളെ ജോലിക്ക് എടുക്കരുത്. സോ ഇതെല്ലാം നമ്മുടെ നിയമങ്ങളാണ്. നൗ ഇവിടെ വേറൊരു കാര്യം എന്താ പറയേണ്ടതെന്ന് വെച്ചാൽ, മീറ്റിംഗ് ദ നീഡ്സ് ഓഫ് ദ പ്രസന്റ് ജനറേഷൻ പറഞ്ഞു, പേസ് ഓഫ് എക്കണോമിക് ഡെവലപ്മെന്റ് പറഞ്ഞു. എക്കണോമിക് ഡെവലപ്മെന്റ് വേണം ഓരോ രാഷ്ട്രത്തിന്. എക്കണോമി സേഫ് അല്ല എന്നുണ്ടെങ്കിൽ നോക്കോളൂ പാകിസ്ഥാൻ, നമ്മുടെ അഫ്ഗാനിസ്ഥാൻ നോക്കോളൂ, ശ്രീലങ്ക നോക്കോളൂ, യുക്രൈൻ എടുത്തോളൂ. പല 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 രാജ്യങ്ങൾ എക്കണോമിക്കലി വെരി വെരി, ഇറാഖ് വെരി വെരി ബാഡ്. സോ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, എക്കണോമിക് ഡെവലപ്മെന്റ് വേണം, ലോങ് ടേം വാല്യൂ. അതായത് ഇന്ന് നടക്കുന്ന പോളിസി നാളേക്ക് ആ എൻവയോൺമെന്റൽ ഇതൊക്കെ ഉള്ളതോ നാളെ അതെ മരങ്ങൾ വെച്ച് പിടിപ്പിക്കണം. അതിന്റെ തണൽ എപ്പോഴാണ് കിട്ടുക? കുറെ കാലം കഴിഞ്ഞിട്ടില്ലേ. ഇന്ന് നിങ്ങളൊരു മരം വെച്ചിട്ടുണ്ടെങ്കിൽ, അതാണ് നമ്മുടെ മെട്രോ ശ്രീധരൻ പറയുന്ന, ഒരു മരം വെട്ടിയിട്ടുണ്ടെങ്കിൽ 20 മരം അല്ലെങ്കിൽ 10 മരങ്ങളും അവിടെ നമ്മൾ നാളേക്ക് വേണ്ടി മരം വെക്കണം. കാരണം അത് തണല്. ഇപ്പൊ മരം വെട്ടിയ എന്തെങ്കിലും ആവശ്യത്തിന് നമ്മുടെ മരം കാരണം വീഴാൻ പോയ, അല്ലെങ്കിൽ വേറെ അവിടെ റെയിൽവേ പാലങ്ങൾ എന്തെങ്കിലും വരികയായിരിക്കും. അപ്പൊ ഒരു മരം വെട്ടിയ തൊട്ടടുത്ത് തന്നെ വേറെ മരങ്ങൾ വെച്ച് പിടിപ്പിക്കണം. കാരണം ആ മരമാണ് പിന്നീട് വരുന്ന ജനറേഷന് തണലായിട്ട് നിൽക്കുന്നത്. അല്ല, നശിപ്പിക്കലല്ല നമ്മുടെ ഡ്യൂട്ടി. അതേമാതിരി ഇതിന്റെ ഫ്യൂച്ചർ ബെനിഫിറ്റ് ആണ് ഇതൊക്കെ ഉള്ളത്. അപ്പോ പിന്നെ ക്രിട്ടിക്കൽ ഡാമേജിനെ പറ്റി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എൻവയോൺമെന്റിൻ്റെത് ഇത് വൈൽഡ്. അപ്പൊ ലോകത്തിൽ എല്ലാവരും സഹകരിച്ചതിൽ പറ്റൂ, മനസ്സിലായില്ലേ? എല്ലാവരും സഹകരിച്ചതിൽ പറ്റൂ. പിന്നെ ഇന്റർനാഷണൽ കൺവെൻഷനെ പറ്റി പറഞ്ഞാൽ അത് വരുന്നുണ്ട് കുറെ. പിന്നെ ഈ എൻവയോൺമെന്റ് പ്രൊട്ടക്ട് ചെയ്യാൻ, സോഷ്യൽ ഈക്വിറ്റീസ്, എല്ലാവർക്കും ജീവിക്കാനുള്ള മാർഗങ്ങൾ, എങ്ങനെ ജീവിത രീതി ഉള്ളവൻ ഇല്ലാത്തവന് കൊടുക്കുക. അതാണ് ഇപ്പൊ റെഡ് ക്രോസ് ഒക്കെ അങ്ങനെയല്ലേ. ഓരോരുത്തർ സമയത്ത് ഈ കഷ്ടപ്പെടുന്ന റെഫ്യൂജീസും ഇവരൊക്കെയുള്ള സമയത്ത് അവർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കുക, വസ്ത്രങ്ങൾ എത്തിച്ചു കൊടുക്കുക, തണുപ്പ് സമയത്ത് അവർക്ക് കമ്പിളി കൊടുക്കുക. നിനക്കല്ലേ ഇതല്ലേ ജീവിതം, അതല്ലേ ജീവിതം. ഓക്കെ. സോ കാരണം ഇന്ന് അവർക്ക് വന്നാൽ നാളെ നമുക്കും വരാം, മനസ്സിലാക്കണം കേട്ടോ. ഇന്ന് അവർക്ക് വന്നാൽ നാളെ നമുക്കും വരാം. അങ്ങനെ വിചാരിക്കരുത് നമ്മൾ വി ആർ സേഫ്. നോ. കാരണം ജീവിതം തന്നെ ഒരു റിസ്ക് ആണല്ലോ. നാളെ എന്താ സംഭവിക്കുക നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അതുകൊണ്ട് ഹെൽപ്പ് others also, so that they will also help you when you are in need. മനസ്സിലായില്ലേ? അത് ആരായിക്കോട്ടെ, ഏത് മതക്കാരെ, ഏത് കാസ്റ്റ് ആയിക്കോട്ടെ, ഏത് റിലീജിയൻ ആയിക്കോട്ടെ, മ്യൂച്വൽ cooperation is very very essential to survive in this beautiful world. ഓക്കെ. അപ്പൊ നമ്മുടെ ഇന്റർനാഷണൽ കുറെ ട്രീറ്റി, സന്ധി, ഓക്കെ, ഓരോരോ എന്താണ് സന്ധ്യകൾ, എന്താ പറയാ മലയാളത്തില്, നമ്മള് 2 നേഷൻ കൂടി നമ്മൾ ഒപ്പുവെക്കുന്നില്ലേ, അത് എന്തൊക്കെ ചെയ്യേണ്ടതെന്ന് നമ്മുടെ UNO പല ഇതൊക്കെ ഉണ്ട്. ഓക്കെ. സോ അതോറിറ്റി ഇൻ സെറ്റിംഗ് ഗ്ലോബൽ എൻവയോൺമെന്റ് അജണ്ട ആൻഡ് advocating a global environment as well as the creation of a number of multilateral environment പല വിധത്തിലുള്ള എന്താ പറയണ്ട എൻവയോൺമെന്റ് അഗ്രിമെന്റ്സ് ഉണ്ട്. അതൊക്കെ ഏതാണെന്ന് പറഞ്ഞുതരാം. ഓക്കെ. നൗ
എർത്ത് സമ്മിറ്റ് ഭൂമിയുടെ, അതായത് 2-3 ഇതുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതേ പറയാ, അതായത് ആദ്യമായിട്ട് എർത്ത് സമ്മിറ്റ് 1992 ഉണ്ട്. ഒരു മിനിറ്റ്, ഇത് ജസ്റ്റ് ഒന്ന് അവിടെ നോക്കൂ കേട്ടോ. അതായത് ഞാൻ ഒന്ന് പറയട്ടെ, ആദ്യം ഇതിൽ ശ്രദ്ധിക്കുക, ഇതിൽ നോക്കണ്ട, അതിന് മുമ്പ് ഇതിലൊന്ന് ശ്രദ്ധിക്കൂ. വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ബാക്കിലേക്ക് പോവുക. അതായത് ഓക്കെ, യെസ്, ബാക്കിലേക്ക് പോവാം. നോക്കൂ, 3 എർത്ത് സമ്മിറ്റ് ഉണ്ട്. അതായത് സമ്മിറ്റ് ഓൺ എർത്ത് 1992, സമ്മിറ്റ് ഓൺ എർത്ത് 1992, സമ്മിറ്റ് ഓൺ എർത്ത് 2002, സമ്മിറ്റ് ഓൺ എർത്ത് 2012. അപ്പോൾ 3 സമ്മിറ്റ് ഉണ്ട്. അതായത് 1992 എർത്ത് സമ്മിറ്റ് ഉണ്ട്. ഭൂമി എങ്ങനെയായിരിക്കണം അതിനെപ്പറ്റി ഇന്റർനാഷണൽ ഡിസ്കഷൻ നടന്നു. രണ്ടാമത്തെ എർത്ത് സമ്മിറ്റ് 2002 മൂന്നാമത്തെ 2012. അപ്പോ ഈ ആദ്യത്തെ എർത്ത് സമ്മിറ്റ് ഉണ്ടല്ലോ, ഇത് നടന്നത് യുണൈറ്റഡ് നേഷൻ കോൺഫറൻസ് ഓൺ ദ എൻവയോൺമെന്റ് ആൻഡ് ഡെവലപ്മെന്റ്, യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെന്റ് ആൻഡ് ഡെവലപ്മെന്റ് 1992. ഇത് ബ്രസീലാണ് നടന്നത്, റിയോ ഡി ജനീറോ. അത് ബ്രസീലാണ് നടന്നത്. ഇതൊക്കെ നമ്മുടെ എൻവയോൺമെന്റ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. രണ്ടാമത് നടന്നത് വേൾഡ് സമ്മിറ്റ് ഓൺ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, WSSD, വേൾഡ് സമ്മിറ്റ് ഓൺ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. ഇത് സൗത്ത് ആഫ്രിക്കയിലെ ജോഹനസ്ബർഗിലാണ് നടന്നത്. ഓക്കെ, അതിനെ റിയോ +10 സമ്മിറ്റ് എന്ന് പറയാം. റിയോ പ്ലസ് 10 സമ്മിറ്റ് എന്ന് പറയും. അടുത്തത് മൂന്നാമത്തെ സമ്മിറ്റ് യുണൈറ്റഡ് നേഷൻ കോൺഫറൻസ് ഓൺ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, held in again Rio de Janeiro, Brazil, popularly known as Rio +20. മറ്റേത് Rio 10 അതിൻ്റെതാണ് എർത്ത് സമ്മിറ്റ് 2012. ഓക്കെ, അപ്പോൾ 1992 UNC ഇതെല്ലാം എൻവയോൺമെന്റിനെ പറ്റി ഡിസ്കസ് ചെയ്യാൻ വേണ്ടി ഇന്റർനാഷണൽ മീറ്റിംഗ് ആണ്. ഇതിലെ എല്ലാ മെമ്പേഴ്സും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടായിരുന്നു ലോകത്തിലെ. സോ 1992 UNCED, അതായത് യുണൈറ്റഡ് നേഷൻസ് കോൺഫറൻസ് ഓൺ എൻവയോൺമെന്റ് ഡെവലപ്മെന്റ്, അതാണ് UNCED, യുണൈറ്റഡ് നേഷൻസ് കോൺഫറൻസ് ഓൺ എൻവയോൺമെന്റൽ ഡെവലപ്മെന്റ്, took place in the Rio de Janeiro, Brazil. It is also known as the Rio Summit or the Rio Conference. Summit conference in and most popularly known as Earth Summit. ഭൂമിയിൽ എന്തൊക്കെയാണെന്ന് നോക്കുക, നമ്മൾ എൻവയോൺമെന്റൽ ഇഷ്യൂസ് ഒക്കെ ഡിസ്കസ് ചെയ്യുന്നതാണ് കേട്ടോ. വേരിയസ് ഔട്ട്കംസ് ഇൻ ദ ഫോം ഓഫ് എന്താ പറയുക, സന്ധി, ട്രീറ്റീസ്, മലയാളത്തിൽ അതല്ലേ പറയാ, സന്ധി. പൊളിറ്റിക്കൽ ഡിക്ലറേഷൻ ഒരു ഇതുണ്ടാവുമല്ലോ, ഓരോരോ മീറ്റിംഗ് കഴിഞ്ഞാൽ അതിന്റെ റെസൊല്യൂഷൻസ് എന്താണ് പാസ്സാക്കല്ലോ. അപ്പോൾ എൻ്റെ ആക്ഷൻ അത് എന്നിട്ട് എല്ലാവർക്കും സർക്കുലേറ്റ് ചെയ്യും. ആക്ഷൻ പ്ലാൻ എന്താണ് ഫ്യൂച്ചറിൽ ചെയ്യേണ്ടത്, ഹാവ് ബീൻ ഓഫ് ഗ്രേറ്റ് സിഗ്നിഫിക്കൻസ്, ദീസ് ആർ ദ ഫോളോയിങ്. അത് ഞാൻ ആൾറെഡി പറഞ്ഞതാണ്. റിയോ ഡിക്ലറേഷൻ ഓൺ എൻവയോൺമെന്റ് ആൻഡ് ഡെവലപ്മെന്റ്, ബ്ലൂ പ്രിന്റ് ഫോർ ഇംപ്ലിമെന്റിംഗ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫോറസ്റ്റ് പ്രിൻസിപ്പിൾ, framework convention on UN framework convention on climate change, convention on biological diversity, CBD. ഇതൊക്കെയാണ് അവിടെ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, എന്തെങ്കിലും ഞാൻ പറയാൻ ബാക്കിയുണ്ട് നോക്കട്ടെ. എർത്ത് സമ്മിറ്റ് ആയി. ഓക്കെ, സോ ഇത് വേറൊരു കാര്യം, സ്റ്റോക്ക്ഹോം കോൺഫറൻസ് ഉണ്ടായിരുന്നു. അതും ഒക്കെ ഇതിനെ സംബന്ധിച്ചുള്ളതാണ് പല കാര്യങ്ങൾ. 1983 നമ്മുടെ UN സെക്രട്ടറി ജനറല് നോർവേയുടെ പ്രധാനമന്ത്രിയായ ഗ്രോ ഗെർലൻ ബ്രണ്ട്ലാൻഡ്, അയാളോട് ഒരു ഓർഗനൈസേഷൻ ഇതിനായിട്ട് തന്നെ ഈ എൻവയോൺമെന്റ് എല്ലാം നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് UN ജനറൽ സെക്രട്ടറി has asked the Prime Minister of Norway, നോർവേയുടെ പ്രധാനമന്ത്രി ഗ്രോ ഹാർലിം ബ്രണ്ട്ലാൻഡ്, അയാളോട് ടു ക്രിയേറ്റ് എൻ ഓർഗനൈസേഷൻ, ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള UN ഒരു ഓർഗനൈസേഷൻ ഇതെല്ലാം എൻവയോൺമെന്റൽ ഇഷ്യൂസ് നോക്കാൻ വേണ്ടിയിട്ട് അയാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ബ്രണ്ട്ലാൻഡ് റിപ്പോർട്ട് എന്താണ്, അയാള് ഇദ്ദേഹത്തിന്റെ നോർവേയുടെ പ്രധാനമന്ത്രി അന്നത്തെ ഏതാണ് കൊല്ലം
UN, okay, 1983. ഓക്കെ, അപ്പോൾ ഒരു പ്രത്യേക ഇത് നോക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ അത് വേൾഡ് കമ്മീഷൻ ഓൺ എൻവയോൺമെന്റ് ആൻഡ് ഡെവലപ്മെന്റ്, WCED, വേൾഡ് എൻവയോൺമെന്റ് ആൻഡ് ഡെവലപ്മെന്റ്, വേൾഡ് കമ്മീഷൻ ഓൺ എൻവയോൺമെന്റ് ആൻഡ് ഡെവലപ്മെന്റ്. അദ്ദേഹത്തിന്റെ റിപ്പോർട്ട്, അയാൾ എന്താണ് റിപ്പോർട്ട് ചെയ്തത്? ബ്രണ്ട്ലാൻഡ് റിപ്പോർട്ട്. അതായത് നീഡ് ഫോർ എക്കണോമിക് ഡെവലപ്മെന്റ് വിത്തൗട്ട് ഹാമിങ്. അതായത് എക്കണോമിക് ഡെവലപ്മെന്റ് വേണം, പുരോഗതി വേണം, എല്ലാം ഇത് വേണം, പക്ഷേ എൻവയോൺമെന്റ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. അയാളുടെ സജഷനാണ്. രണ്ടാമത് ലോങ് ടേം എൻവയോൺമെന്റൽ ഇത് വേണം. ഇന്ന് ഷോർട്ട് സൈറ്റഡ് പോളിസീസ് പാടില്ല. ലോങ് ടേം, നാളെ വരുന്നത് തടയാൻ ചില കാര്യങ്ങളുണ്ടല്ലോ. ഇത് സംഭവിച്ചേക്കാം, ഡാം പൊട്ടിയേക്കാം, വേറെ എന്തെങ്കിലും ചെയ്യും, അത്തരത്തിലുള്ള പ്രിക്കോഷൻ ഓരോരോ കാര്യങ്ങൾ എടുക്കണ്ടേ. അതേമാതിരി എർത്ത് ക്വേക്ക് ഉള്ള സ്ഥലത്ത് വലിയ വലിയ ബിൽഡിംഗ് കെട്ടാൻ പാടില്ല, കെട്ടിയെന്തായാലും ഒക്കെ മറിയും. മനസ്സിലായില്ലേ? അപ്പൊ ഇങ്ങനെയുള്ള പല പല പ്രശ്നങ്ങൾ ഒരു പ്രിക്കോഷൻ എടുക്കാൻ വേണ്ടിയിട്ട് പറയും. അപ്പോൾ പല പല സ്ട്രക്ചർ, ഇതൊക്കെ പല സ്ട്രാറ്റജി, പോളിസീസ് ബിറ്റ്വീൻ കൺട്രീസ് അറ്റ് ഡിഫറെന്റ് സ്റ്റേജസ്. പല പല രാജ്യങ്ങൾ, ഓരോ രാജ്യത്തിനും ഓരോ പ്രത്യേകതയാണ്, അറിയില്ലേ? ഓരോ രാജ്യങ്ങളുടെ അനുസരിച്ച് പ്രവർത്തിക്കാൻ വേണ്ടി പറയും. നോക്ക്, ചിലതൊക്കെ സമുദ്രത്തിന് നടുക്കലല്ലേ. ഇപ്പൊ ഓസ്ട്രേലിയ എവിടെ കിടക്കണോ? സൗത്തില്, കോണ്ടിനെന്റ്. അപ്പൊ നമ്മുടെ ചില ദ്വീപുകളൊക്കെ സമുദ്രത്തിന് നടുക്കലല്ലേ ഓരോന്നും. നമ്മുടെ നോക്കൂ, ലക്ഷദ്വീപ് നോക്കൂ, അന്തമാൻ നിക്കോബാർ നോക്കൂ, കടലിന്റെ അടുക്കലല്ലേ. അപ്പൊ ഓരോന്നിനും ഓരോ, അത് ഓഫ്കോഴ്സ് ഇത് ഇന്ത്യയുടെ പാർട്ടാണ്, അതെല്ലാം പറയുന്നത്. ഓരോ രാജ്യങ്ങൾക്ക് അതിൻ്റെതായ പ്രശ്നമുണ്ട്, അതെല്ലാം ഡിസ്കസ് ചെയ്യുക ആണ് ഇതൊക്കെ. പിന്നെ ഡിഫറെന്റ് സ്റ്റേജസ് സോഷ്യൽ ഡെവലപ്മെന്റ് ബൈ ടേക്കിംഗ് ഇൻ ടു അക്കൗണ്ട്, പിന്നെ ഇൻ ദ റിലേഷൻഷിപ്പ്, മറ്റുള്ള ഇതായിട്ട് അവര് റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ബ്രണ്ട്ലാൻഡ് റിപ്പോർട്ട്, നോർവേ പ്രധാനമന്ത്രിയുടെ റിപ്പോർട്ട് ഉണ്ടായിരുന്നു. ഇനി എർത്ത് സമ്മിറ്റ് 1992, എന്താണത്? ആൾറെഡി റിയോ ഡിക്ലറേഷൻ ഓഫ് എൻവയോൺമെന്റ്, എന്നത് ജനുവരി 2000 ദ റിയോ സമ്മിറ്റ് ഓഫ് ദ റിയോ കോൺഫറൻസ് ആൻഡ് മോസ്റ്റ്, ഇതെല്ലാം ഇതിലുണ്ടായിട്ടോ പുസ്തകത്തിലൊന്നും വായിച്ചാൽ മതി. പോപ്പുലർലി ദ എർത്ത് സമ്മിറ്റ്, വേരിയസ് ഔട്ട്കംസ് ഇൻ ദ ഫോം ഓഫ് ട്രീറ്റി, പൊളിറ്റിക്കൽ രാഷ്ട്രീയപരമായിട്ടുള്ള ചില ഡിക്ലറേഷൻസ് ഹാവ് ബീൻ ഗ്രേറ്റ് സിഗ്നിഫിക്കൻറ്റ്, വളരെയധികം ഇതെല്ലാവരും ഫോളോ ചെയ്യേണ്ടതാണ്, അല്ലെങ്കിൽ ചില ഭവിഷ്യത്തുകൾ വരും. മനസ്സിലായില്ലേ? റിയോ ഡിക്ലറേഷൻ ഓൺ എൻവയോൺമെന്റ് ആൻഡ് ഡെവലപ്മെന്റ്, അജണ്ട 21, എ ബ്ലൂ പ്രിന്റ് ഫോർ ഇംപ്ലിമെന്റിങ്, അതായത് ഒരു അജണ്ട ഉണ്ടാക്കി എങ്ങനെയാണ് ഇത് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത് അത്. പിന്നെ സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫോറസ്റ്റ് പ്രിൻസിപ്പിൾ, അത് വരുന്നുണ്ട് സെപ്പറേറ്റ് ആയിട്ട്. കാട് അതെങ്ങനെ കാത്തു സൂക്ഷിക്കുന്നത്, നമ്മുടെ പർവ്വതങ്ങളും അതും. UN ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്, കുറെ നമ്മൾ ഇതിനെ പറ്റി സംസാരിച്ചാണ്. സോ കൺവെൻഷൻ ഓഫ് ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി, നോക്കൂ എന്താണ് മൾട്ടിലേറ്റർ പറഞ്ഞ ബഹുമുഖ, ഓക്കെ. പിന്നെ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി പറഞ്ഞാൽ ജീവശാസ്ത്രപരമായ ഡൈവേഴ്സിറ്റി. ഓരോ സ്ഥലങ്ങളും ഓരോരോ വിധമല്ലേ, ഇവിടെ കാണുന്ന അവിടെ കാണില്ലല്ലോ, അവിടെ കാണുന്ന ഇവിടെ കാണില്ലല്ലോ. അപ്പോ ജീവശാസ്ത്രപരമായ ചില ഡൈവേഴ്സിറ്റി. അപ്പോ ഇവിടെ ചില കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഒരു 10-27 റിയോ ഡിക്ലറേഷൻ, ഒരു 10-27 പ്രിൻസിപ്പിൾ ഉണ്ടായിരുന്നു. അതിലെന്താണ്? ഒന്ന്, നമ്മുടെ മനുഷ്യന് ആവശ്യമായത് എന്താണ്? ഹെൽത്തി, പ്രൊട്ടക്റ്റീവ്, ഹാർമണി, അതേപ്രകാരം ക്വാളിറ്റി ഓഫ് ലൈഫ്, ഹൗ ടു ഇംപ്രൂവ് ദാറ്റ്. പിന്നെ സസ്റ്റൈനബിൾ പാറ്റേൺ ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് കൺസംഷൻ, അതായത് ആവശ്യമുള്ളത് മാത്രം, ആവശ്യമില്ലാത്തത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുക, കഴിക്കാതിരിക്കുക, മനസ്സിലല്ലേ? പിന്നെ സ്പെഷ്യൽ പ്രിഫറൻസ് ഫോർ ഡെവലപ്പിംഗ് കൺട്രി, ചില രാജ്യങ്ങൾക്ക് പ്രത്യേക ഹെൽപ്പ് വേണം, അവരെ ഹെൽപ്പ് ചെയ്യുക. പിന്നെ എൻവയോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ്, എന്ത് ചെയ്യുന്നതിന് മുമ്പേ, നിങ്ങളത് ചെയ്യുന്നതിന് മുമ്പേ ആലോചിക്കണം എൻവയോൺമെന്റൽ ഇഷ്യൂസ്, മനസ്സിലായില്ലേ? കേരളത്തിൽ അറിയാലോ, സിൽവർ ലൈൻ, പല തടസ്സങ്ങളും വന്നത് എന്തുകൊണ്ടാണ്? കാരണം നമ്മൾ തടുത്തു നിർത്തും. ചില സമയത്ത് നദികളൊക്കെ ഉണ്ട്, 14 നദികളെ, അപ്പൊ അതിന്റെ പ്രവാഹങ്ങൾ അതൊക്കെയാണ് സസ്പെക്ട് ചെയ്തതാണ്. അപ്പൊ നാളെ ഒരു പ്രശ്നം വരരുത് എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇങ്ങനെയൊക്കെ ചില ഇഷ്യൂസ് വരുന്നത്. അപ്പൊ അതൊക്കെ നമ്മൾ പ്ലാൻ ചെയ്തിട്ട് വേണം. പിന്നെ വുമൺ പാർട്ടിസിപ്പേഷൻ, സ്ത്രീകളുടെ പാർട്ടിസിപ്പേഷൻ ആവശ്യമാണ്. നമ്മളെ അവരുടെയും കൂടി സഹകരണത്തിലൂടെയാണ് നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ. ഓക്കെ, സോ ഹ്യൂമൻ ബീങ്സിൻ്റെ ഞാൻ പറഞ്ഞു. പിന്നെ റിയോ ഡിക്ലറേഷൻ ഓൺ എൻവയോൺമെന്റ് ആൻഡ് ഡെവലപ്മെന്റ്, ഓക്കെ, എന്താണ് അജണ്ട നോക്കട്ടെ. യെസ്, ആർട്ടിക്കിൾ 21
പേപ്പർ 1 ഇവിടെ എന്താണ് പറയുന്നത്? It was a political Rio Declaration on Environmental. It was a political declaration which recognize the integral and interdependent nature of largest home, which is the planet. ഭൂമിയാണ് ഏറ്റവും വലുത്, ഗൃഹം. In order to establish equitable global partnership and cooperation amongst എല്ലാവിധ ഒരു 10-27 പ്രിൻസിപ്പിൾ ഉണ്ട് കേട്ടോ. ഈ 10-27 പ്രിൻസിപ്പിൾ അവർ പറഞ്ഞിട്ടുണ്ട്. അതിൽ ചില അജണ്ട 21. It was basically നോൺ ബൈൻഡിങ് ആക്ഷൻ പ്ലാൻ. എല്ലാവരും ചെയ്യണമെന്നല്ല, പക്ഷെ ചെയ്യും ഓഫ് ദ യുണൈറ്റഡ് നേഷൻ. ഞാൻ നല്ല പറഞ്ഞു, യുണൈറ്റഡ് നേഷന്റെ എല്ലാ കാര്യം മാൻഡറ്ററി ഇതല്ല, പക്ഷേ അത് ഫോളോ ചെയ്യും, ഗൈഡ് ലൈൻസ് മാത്രമാണ്. നമുക്ക് അത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ എല്ലാ രാജ്യങ്ങളും ചെയ്യണമെന്നില്ല, മനസ്സിലായോ? അപ്പൊ അത് പക്ഷെ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ നല്ലതെന്ന് അവർ പറയൂ, കാരണം അത് ജനങ്ങൾക്ക് ഉപകാരമായിട്ടുള്ള കാര്യങ്ങളാണ്, ചെയ്തേ പറ്റൂ. സോ UN regarding sustainable development, where 21 referred to the 21st century. Okay, preparing for the 21st century. This action agenda was planned to be executed. അത് നമ്മുടെ ലോക്കലായിട്ടും നാഷണലായിട്ടും ലോകത്തിലാകമാനമായിട്ട് ചില പല കാര്യങ്ങളും മൾട്ടിലാറ്ററൽ ബഹുമുഖ ഓർഗനൈസേഷൻ അനവധി. ഇപ്പൊ നമുക്ക് നമ്മുടെ UN-ന്റെ കീഴിൽ കുറെ ഉണ്ട്. WHO, WTO, ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ, അറ്റോമിക് എനർജി, സോ മെനി സബ് UNEP, UNDP, അങ്ങനെ പലതും, യുനെസ്കോ, ഇതേമാതിരിയുള്ള പല 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 ഇൻഡിവിജ്വൽ ഓർഗനൈസേഷൻ അറൗണ്ട് ദ വേൾഡ്. അപ്പോൾ successful implementation was primarily made the responsibility of the government and national. രാഷ്ട്രം തന്നെ, ഓരോ രാഷ്ട്രം അതിൻ്റെതായ സ്ട്രാറ്റജി പണിയണം. നോക്കുമ്പോൾ നമ്മളെ ആമസോൺ ഒരു രാജ്യത്തിന്റെ പരിസ്ഥിതിയായില്ല മറ്റുള്ളവർക്ക്. ഇപ്പൊ ആമസോൺ ഏരിയയിൽ കാട്ടുതീന്റെ അവിടെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, പടർന്ന് പിടിക്കും. ചിലപ്പോൾ ദിവസങ്ങളോളം മാസങ്ങളോളം അത് കൺട്രോൾ ചെയ്യും. എവിടെ ഇങ്ങനെ കാട്ടിലേക്ക് ഇങ്ങനെ ഫയർ എഞ്ചിനൊക്കെ. അപ്പോൾ അതിൻ്റെതായ ചില പോളിസീസ് അവർ ഫോർമുലേറ്റ് ചെയ്യും, പലതും അങ്ങനെ പലതുണ്ട്. ഓരോ രാജ്യങ്ങൾക്ക് ഓരോരോ പ്രത്യേകതയാണ്. ഓക്കെ, സുനാമി തടഞ്ഞു നിർത്താൻ പറ്റുമോ? സുനാമി പെട്ടെന്ന് രൂപപ്പെടുന്നല്ലേ ഇതൊക്കെ. ജക്കാർത്ത, ഇന്തോനേഷ്യ ആയിക്കോട്ടെ, വേറെ എവിടെയെങ്കിലും, ജപ്പാനിലായിക്കോട്ടെ, എവിടെയായിക്കോട്ടെ, സുനാമി. നിങ്ങൾ സുനാമി വരണ പറഞ്ഞ് തടഞ്ഞു നിർത്താൻ പറ്റുമോ? വരും, പെട്ടെന്നല്ലേ വരിക. അപ്പോൾ ഇത്തരത്തിലുള്ള ചില പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അങ്ങനെ വന്നു വെച്ചാൽ തന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ബിൽഡിംഗ് ഒക്കെ പണിയുമ്പോൾ പ്ലാനിങ്ങോടുകൂടി ചെയ്യണം. ഭൂമി കുലുക്കം ഉണ്ടായെങ്കിലും അധികം നാശനഷ്ടമില്ലാതെ സൂക്ഷിക്കണം. ഇപ്പൊ ഉദാഹരണം ഞാൻ പറയട്ടെ, ജപ്പാന്റെ കഥ അറിയാം നിങ്ങൾക്ക്. അതായത് ഭൂമി കുലുക്കം, അഗ്നിപർവ്വതം, എല്ലാവിധത്തിലുള്ള പ്രതിക്ഷോഭത്തിന്റെ ഉറവിടമാണ് ജപ്പാൻ. ഉദയസൂര്യൻ എന്നാൽ ജപ്പാൻ അങ്ങനെ നമുക്കറിയാം, സൂര്യൻ ഉദിക്കുന്ന അവിടെ നിന്നാണെന്നാണ് പറയുന്നത് അല്ലേ. അതായത് വോൾക്കാനോ, എർത്തുക്വേക്ക്, എല്ലാവിധതും പ്രകൃതിക്ഷോഭം, സുനാമി, ഗിനാമി എല്ലാം ഉണ്ട്. പക്ഷേ പഠിക്കൂ, ജപ്പാൻകാർ അതൊന്നും മൈൻഡ് ചെയ്യില്ല. അവർ നിത്യ സംഭവമായിട്ട് കണക്കാക്കും. ഈ ഭൂമി ഉൽക്കൊക്കെ ഇല്ലല്ലോ, അവർക്ക് നിത്യ ഒരു കാഴ്ചയാണ്. അവര് യാതൊന്നും കണക്കാക്കില്ല. അപ്പൊ എന്താ ചെയ്യുന്ന അവരുടെ ബിൽഡിംഗ് ഒക്കെ അധികം നാശനഷ്ടങ്ങൾ വരാതെയാണ് അവരുടെ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ. അല്ലാതെ നമ്മളെ മാതിരി 40 നില, 50 നില, 60 നില അവനവന്റെ പണത്തിന്റെ പ്രതാപത്തിന്റെ അനുസരിച്ചിട്ടല്ല. കാരണം എന്താ വെച്ചാൽ നിങ്ങൾ ബോംബെ നോക്കൂ, നിങ്ങൾ ബോംബെ അവിടെ എത്ര നില ബിൽഡിംഗ് ആണെന്ന് ആലോചിച്ച് നോക്കൂ. ഓരോരുത്തരുടെ ഇപ്പൊ മുകേഷ് അംബാനിയുടെ 27 നില ആവശ്യമുണ്ടോ? 4 പുറം കടലാണ്. 7 ദ്വീപ്, 9 ദ്വീപ് കൂടിയതാണ്. 7 അതുകൊണ്ട് 7 9 മറന്നുപോയി ഞാൻ. ദ്വീപ് കൂടിയതാണ് നമ്മുടെ മുംബൈ, പണ്ടത്തെ ബോംബെ. അവിടെ എത്ര ടവർ ബിൽഡിംഗ് എന്ന് ഓർത്താൽ മതി. ഓക്കെ, പക്ഷേ ഇത് താങ്ങാനുള്ള ശക്തി ഭൂമിക്കുണ്ടോ എന്നാണ് നോക്കേണ്ടത്. അതേ പ്രകാരം ടേക്ക് ദി എക്സാമ്പിൾ കൊച്ചിയിലും അതെ കടലെടുക്കുകയാണ് പല സ്ഥലങ്ങളിലും. ഈ ഭൂമി ചെല്ലാനം, ഇപ്പോൾ നമ്മുടെ ആലപ്പുഴ, കണ്ണൂര്, തലശ്ശേരി ഇതൊക്കെ കടലെങ്ങനെ എടുത്തോണ്ടിരിക്കുകയാണ് ചില സ്ഥലങ്ങളിൽ. ചില വില്ലേജനെ പകുതിയായി പോയിട്ടുണ്ട് അവിടെ ചില ഏരിയയിൽ. അപ്പോൾ നമ്മളത് ഈസി ആയിട്ട് എടുക്കരുത്. നാളെ അത് നമുക്ക് പ്രോബ്ലം ആയിട്ട് വരും ഇത്തരത്തിൽ. അപ്പം നമ്മൾ പ്രിക്കോഷൻ എടുത്ത് ഏതെല്ലാം വിധത്തിൽ. ഇപ്പം ഞാനൊരു കാര്യം പറയാം, എന്താ പ്രിക്കോഷൻ? നമുക്ക് തടഞ്ഞു നിർത്താൻ പറ്റുമെന്നല്ലേ നിങ്ങൾ ചോദിക്കുന്നത്. ബോംബെയിൽ നിങ്ങൾ ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ ബോംബെയിൽ നോക്കൂ, ചർച്ച് ഗേറ്റ്, മറൈൻ ഡ്രൈവ്,
അവിടെ പിന്നെ മെറിൻ ലൈൻ, മെറിൻ ഡ്രൈവ്, അത് എയർ ഇന്ത്യ ബിൽഡിങ്ങിൻ്റെ ഒക്കെ ഉണ്ടല്ലോ അവിടെയൊക്കെ നോക്കൂ മുഴുവൻ എങ്ങനെയാണ്. അറബിക്കടലിൽ നിന്ന് ഒരു തുള്ളി വെള്ളം കൊണ്ട് വരില്ലല്ലോ. അവിടെ എല്ലാം ബിൽഡിംഗ് എല്ലാം പണ്ട് സമുദ്രമായിരുന്നു. അതായത് ഞാനൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ കടലിങ്ങനെ ഇട്ടിട്ട് വരണ ഓരോ ബിൽഡിംഗ് വരണേ ഉള്ളൂ, ഒബ്രായ ഷോട്ടനോട്ടുള്ളതൊക്കെ. അപ്പോൾ പക്ഷേ ഒരു തുള്ളി ഇങ്ങോട്ട് വരില്ല, ഇന്നത്തെ വരെ വന്നിട്ടുമില്ല. കാരണം അത്ര ഇന്ന് ഈവൻ വെസ്റ്റേൺ റെയിൽവേ ഹെഡ്ക്വാർട്ടേഴ്സ് അവിടെ പണ്ട് കടലുണ്ടായിരുന്നു. അവിടെ ഹെഡ്ക്വാർട്ടേഴ്സിൻ്റെ അവിടെ തൊട്ടടുത്ത് ചർച്ച് ഗേറ്റ്, തൊട്ടടുത്ത് കടല. നോക്കിയാൽ കാണാം വെസ്റ്റേൺ റെയിൽവേ ഹെഡ്ക്വാർട്ടേഴ്സ്, ചർച്ച് ഗേറ്റ്. ഈവൻ സെൻട്രൽ റെയിൽവേ ഹെഡ്ക്വാർട്ടേഴ്സ് ആൾസോ നോട്ട് 1 കിലോമീറ്റർ അപ്പുറം, 1.5 കിലോമീറ്റർ അപ്പുറം അല്ലേ, 1 കിലോമീറ്റർ. ഈവൻ എല്ലാ കോർപ്പറേറ്റ് ഓഫീസും നെരിമാൻ പോയിന്റിൽ അവിടെയാണ്. അത് കടല് ഇട്ട് ഏരിയയാണ് പലതും അവിടെ, കടല് തൂർത്തിട്ട്. പക്ഷേ അത് വളരെ പ്രിക്കോഷൻ എടുത്തിട്ട് കോൺക്രീറ്റ് അതും ഇട്ടിട്ട് അത്ര ഇത് ഒരു തുള്ളി വെള്ളം അങ്ങോട്ട് വരില്ല. ഞങ്ങളൊക്കെ ഉച്ചയ്ക്ക് ഊണ് കഴിച്ചിട്ട് നടക്കാൻ പോകുന്ന സ്ഥലങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. എയർ ഇന്ത്യ ബിൽഡിങ്ങിലൊക്കെ ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് ഒരു തുള്ളി വെള്ളം കടലത്തെ വെള്ളം ഇങ്ങനെ മേലേക്ക് അടിക്കും, പക്ഷെ എങ്കിലും ഇങ്ങോട്ട് വരില്ല. അപ്പൊ അത്ര പ്രിക്കോഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ നമ്മൾ പലയിടത്തും പ്രിക്കോഷൻ എടുക്കുന്നില്ല. ആലപ്പുഴ, നമ്മുടെ തലശ്ശേരി, നമ്മള് കൊച്ചി വാട്ടർ ലെവൽ ഗോയിങ് അപ്പ് ആൻഡ് കൊച്ചി സിറ്റി താഴെയാണ്. കൊച്ചി വാട്ടർ സമുദ്രത്തിന്റെ വെള്ളം മീതെയാണ്. അപ്പോൾ അവർ പറയുന്നത് 10-25 കൊല്ലം കഴിഞ്ഞാൽ കുറേ സ്ഥലം വെള്ളത്തിനുള്ളിലായിരിക്കുന്നു. കാരണം കടലത്തെ വെള്ളം ചൂട് പിടിച്ചിട്ട് മേപ്പിട്ട് മഞ്ഞൂരി കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതൊക്കെ നമ്മളെ ശ്രദ്ധിക്കണം. പിന്നെ സ്ട്രെങ്തനിങ് മേജർ കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഇനി സക്സസ്ഫുൾ ഇംപ്ലിമെന്റേഷൻ പ്രൈമർലി മേഡ് ദ റെസ്പോൺസിബിലിറ്റി. പിന്നെ ഇതെല്ലാം ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണ്. നാഷണൽ പിന്നെ നമ്മുടെ പല എൻവയോൺമെന്റൽ ആക്ട് ഉണ്ട് കേട്ടോ. ഒരു 14-15 എൻവയോൺമെന്റൽ ആക്ട് ഉണ്ട്. പൊല്യൂഷൻ ആക്ട്, അറ്റോമിക് എനർജി ആക്ട്, എയർ മോട്ടോർ വെഹിക്കിൾ ആക്ട്, അങ്ങനെ സോ മെനി ആക്ട്സ് ആർ ദർ. വാട്ടർ പൊല്യൂഷൻ ആക്ട്, ലാൻഡ് പൊല്യൂഷൻ ആക്ട്, അതേമാതിരി എയർ പൊല്യൂഷൻ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ എയറോപ്ലെയിൻ, ബോംബെ, ഈവൻ കൊച്ചി, ഇന്ന് തന്നെ പറയുന്നു, ഇന്ന് ജസ്റ്റ് ഞാൻ ഇങ്ങോട്ട് ഈ ക്ലാസ് എടുക്കാൻ വരുന്നതിന് മുമ്പേ തന്നെ പറയുന്നു, ജസ്റ്റ് 1 വീക്കില് 125 ഫ്ലൈറ്റ് ആണ് കണക്ടിങ് ബാംഗ്ലൂർ ഫ്രം കൊച്ചി. ഞാൻ ബാംഗ്ലൂർ ഒരു ഒറ്റ ഇതിലെ പറഞ്ഞത് 120th ഫ്ലൈറ്റ് ഷെഡ്യൂൾഡ്, അതായത് കലണ്ടർ പ്രകാരം ഇവരും ബാംഗ്ലൂർക്കാണത്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ടേക്ക് ഓഫ്, ലാൻഡിങ്. അപ്പൊ എയറില് ഇതിന്റെ ഇതൊക്കെ വരില്ലേ, പുക. എത്ര എയർ ഇന്റർനാഷണൽ, ഡൊമസ്റ്റിക്, എത്ര ഡെസ്റ്റിനേഷനാണ് പോകുന്നത്, അതും കൂടി ആലോചിച്ച് നോക്കൂ. അപ്പൊ അതേ പ്രകാരം പല രാജ്യങ്ങളിലും, ബ്രിട്ടൻ ഏറ്റവും വലിയ എയർപോർട്ട്, നമ്മുടെ UK-ല്, അതേമാതിരി ഡൽഹി, ബോംബെ, എത്ര ഫ്ലൈറ്റാണ്. അപ്പൊ അതാണ് എയർ പൊല്യൂഷൻ ഇതൊക്കെ. കാരണം ഈ പ്ലെയിനിന്റെ ഇതിന്റെ പ്രശ്നം ഉണ്ടല്ലോ, ഇവിടെ പറക്കുമ്പോഴേ അത് ലാൻഡിങ് ടേക്ക് ഓഫിലും മറ്റു പ്രശ്നം വരില്ലേ, മറ്റേതൊക്കെ എയർ പൊല്യൂഷൻ വരില്ലേ ചില സമയത്ത്. അങ്ങനെ പലതും. പിന്നെ നമ്മളിപ്പോ വേറെ ഒരു കാര്യം കൂടി ഉണ്ട്. ഈ മോട്ടോർ വെഹിക്കിൾ നോക്കൂ. ഒരാള് ഒരു വീട്ടിൽ തന്നെ 3-4 വണ്ടിയല്ലേ, ആവശ്യമുണ്ടോ? അച്ഛനൊന്ന്, മകനൊന്ന്, മകൾക്കൊന്ന്, അമ്മയ്ക്കൊന്ന്, അങ്ങനെയൊക്കെയല്ലേ. അപ്പോ ഈ 4 ഇതൊക്കെ വെഹിക്കിളാണ് പുറത്തിറങ്ങിയ എന്താ സ്ഥിതി? അതല്ലേ ഇപ്പൊ നടക്കുന്നത്. ഇപ്പോ ടേക്ക് ദി എക്സാമ്പിൾ വേർ അവർ റീജിയൻ ഓഫ് ലൊക്കേറ്റഡ് ഇൻ കൊച്ചി. എത്ര ആയിരക്കണക്കിന് വാഹനങ്ങളാണെന്ന് അറിയാം. അതോ എല്ലാം വലിയ കോസ്റ്റ്ലി വെഹിക്കിൾസ് ആണ് എല്ലാം. ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഇത്ര ആവശ്യമില്ല. കാരണം ആവശ്യം ഉള്ളത് നമ്മൾ ചെയ്യാം. ഒരു വീട്ടിൽ 1-2 മാക്സിമം 4-5. എനിക്ക് പണ്ടുണ്ടായാലോ നമ്മുടെ നാട്ടിലെ ഒരു വീട്ടിൽ ആന ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വീട്ടിൽ വലിയ മഹത്വമാണെന്ന്. ആന മുമ്പിൽ ഇങ്ങനെ വന്നിട്ട് അവിടെ നിൽക്കും, ഫേസ് ചെയ്തിട്ട്, നമ്മുടെ സിറ്റ് ഔട്ടിനെ ഫേസ് ചെയ്തിട്ട് ആന ഇങ്ങനെ നിൽക്കും. അതേമാതിരി കുറെ വെഹിക്കിൾ. നിങ്ങൾ വൈ ആം ടെല്ലിങ് ഓൾ ദിസ് തിങ്. ഞാൻ പറഞ്ഞ ചെറിയൊരു എക്സാമ്പിളാണ് ഞാൻ പറഞ്ഞത്. എന്തിനാണ് നമ്മൾ ഈ ഷോ കാണിക്കുന്നത് എന്നാണ് ഞാൻ ചോദിക്കുന്നത്.
കാണിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താ പറയുക, ഇതുകൊണ്ട് നമ്മുടെ മോട്ടോർ വെഹിക്കിളില് എത്ര പൊല്യൂഷൻ നിന്ന് നിങ്ങൾ നോക്കൂ. ഓരോരോ ഹൈവേ ഇതൊക്കെ ഒന്ന് നോക്കൂ. ഞാൻ when I am residing where I am residing at present, some years back, അപ്പോൾ ഞാൻ UGC നെറ്റ് ക്ലാസ് എടുത്തിട്ട്, ഞാൻ പറയാം നിങ്ങളുടെ അറിവിന് വേണ്ടി പറയാണ്, UGC നെറ്റ് ക്ലാസ് എടുത്തിട്ട് ഞാൻ വീട്ടിൽ വന്ന സമയത്ത് ഐ വാസ് ടേക്കിംഗ് എ ടീ. അപ്പോൾ ഐ സോ ടയേർഡ് ആക്ച്വലി. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഈ ലോ മാസ്റ്റർ ഇതിൻ്റെ നെറ്റ് UGC നെറ്റ് ക്ലാസ് അത് കണ്ടിന്യൂസ്ലി I was taking from 9:30 to 5:30 by giving only 20 minutes break. So I was tired and I just came to my house and I saw വളരെയധികം ഇങ്ങനെ അവിടെ ഇത് വരണോ, മറ്റേ ബുൾഡോസർ വരണോ, മറ്റേത് വരണോ, അത് വരണോ, ഇതിന്റെ ശബ്ദം വരണം. ആൻഡ് ഈവൻ എൻ്റെ ബെഡ്റൂം പോലും ജെർക്ക് ചെയ്തു. ഇതെന്താ സംഭവം എന്ന് ചോദിച്ചു. തൊട്ടടുത്ത് ഒരാള് അറ്റോർണി, നമ്മുടെ ഗവൺമെന്റ് അറ്റോർണിയാണ്. അയാള് ഒരു ബംഗ്ലാവ്, അയാൾക്കുണ്ട് ആൾറെഡി ഒരു ബംഗ്ലാവ് വലുതുണ്ട്, ഗവൺമെന്റാണ് അതിന് വാടക കൊടുക്കുന്നത്. തൊട്ടടുത്ത പ്ലോട്ടിലെ വേറൊരു ബിൽഡിംഗ് ഉണ്ട്, ഒരു വീട്, അത് ഒളിച്ചു കളയാണ്. നല്ലൊരു ബംഗ്ലാവ്. എന്തിനാ അറിയോ? അയാളുടെ കാറുകൾ പാർക്ക് ചെയ്യാൻ. അതെങ്ങനെ? അയാളുടെ സിറ്റ് ഔട്ടിൽ ഇരുന്നിട്ട് ഈ കാറുകൾ കാണണം അയാൾക്ക്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഈ ബിൽഡിങ് ഡെമോളിഷ് ചെയ്തിട്ട് മുഴുവൻ കാർ പാർക്കിങ്ങിന് വേണ്ടിയിട്ട് അവിടെ ഒരു ബിൽഡിംഗ് പണിയാൻ വേണ്ടിയിട്ട്, വെറും കാർ പാർക്ക്. എന്നിട്ട് അപ്പൊ ഞാൻ മൂക്കത്ത് വരച്ചു, ഒരു സ്വന്തം ഒരു ബ്യൂട്ടിഫുൾ ബിൽഡിംഗ് ഡെമോളിഷ് ചെയ്തിട്ട് കാറ് പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അതും അയാളുടെ വീട്ടിലുണ്ട് 2-3 പാർക്ക് ചെയ്യാൻ പറ്റുന്ന വലിയ ബംഗ്ലാവാണ്. അതിന് മുമ്പിലാണ് അത് സംഭവം. അപ്പൊ ഈ ബിൽഡിംഗ് കെട്ടിയിട്ട് അപ്പൊ എന്താ സംഭവം എന്ന് വെച്ചാൽ, അയാളുടെ ചെയറിൽ ഇരുന്നിട്ട് ഈ വെഹിക്കിളിനെ കണ്ട് ആസ്വദിക്കുന്നു. എന്നിട്ട് ചില സമയത്ത് വൈകുന്നേരത്തെ ഈ വെഹിക്കിളിന്റെ ലൈറ്റ് ഓൺ ചെയ്തിട്ട് എല്ലാ വെഹിക്കിളിലും ലൈറ്റും കണ്ട് അയാൾക്ക് ആനന്ദം കൊള്ളുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പൊ ഞാൻ എന്താ പറയുന്നത്, ബാക്കി അതൊക്കെ അയാൾക്ക് പൈസ അയാൾ ചെയ്യട്ടെ. ആവശ്യമുള്ളത് ചെയ്യണം, ആവശ്യമില്ലാത്തത് ചെയ്യരുത്. അപ്പൊ ഇത്തരത്തിലാവുമ്പോൾ നമുക്ക് എന്താ പറ്റുന്ന വെച്ചാൽ, പൊല്യൂഷൻ, ചില ഈ മോട്ടോർ വെഹിക്കിൾ ആക്ട് ഇതൊക്കെയാണ് പലതുണ്ടല്ലോ. എത്രയോ നമ്മൾ വെഹിക്കിൾ വാങ്ങുന്നു. ആൻഡ് യു വിൽ ബി സർപ്രൈസ്. വൺ മോർ തിങ് which I want to tell you. We are telling that we are a poor country, അല്ലേ? നമ്മളെ ദരിദ്ര ഒരു രാജ്യമാണെന്നൊക്കെ അല്ലേ പറയുന്നത്, ദാരിദ്ര്യം. ഏറ്റവും കൂടുതൽ മാരുതിയുടെ ബ്രാൻഡ് കാറ് വിൽക്കുന്നത് കൊച്ചിയിലെ ഒരു ഡീലറാണ്. കണ്ടിന്യൂസ്ലി 18-19 പ്രാവശ്യം അയാൾക്കാണ് അവാർഡ്. എവറി ഇയർ എല്ലാവിധ മാരുതി ബ്രാൻഡിന്റെ കാറിന്റെ ഏറ്റവും കൂടുതൽ സെയിൽസ് ചെയ്യുന്നത് കൊച്ചിയിലാണ്. എല്ലാ ബ്രാൻഡും ഒരു ഡീലറാണ്. ത്രൂ ഔട്ട് കേരള, ലക്ഷദ്വീപ് ഒക്കെ അയാളെ സപ്ലൈ ചെയ്യണത്. അപ്പോ ഈ വെഹിക്കിള് വരുന്നത് എത്രയാണ് എന്നറിയാമോ, എത്ര പോണെന്ന് അറിയാമോ? പക്ഷെ ഇതെല്ലാം അഡ്ജസ്റ്റ് ചെയ്യാനുള്ള റോഡ്, ഓടിക്കാനുള്ള റോഡ് സൗകര്യങ്ങളുണ്ടോ? നിങ്ങൾക്ക് അറിയാലോ നോർത്തിലൊക്കെ എന്താ സംഭവിക്കണം. ഗാസിയാബാദും നമ്മുടെ നോയിഡയ്ക്ക് എന്താ സ്ഥിതി നിങ്ങൾക്ക് അറിയാലോ. നമ്മുടെ ഗ്രാൻഡ് ട്രങ്ക് GT റോഡ് നമ്മുടെ ഹരിയാനയിലൊക്കെയുള്ള സ്ഥിതി നമുക്കറിയാലോ. കാരണം ഐ വാസ് ആൾസോ ദർ. ഒരു സ്ഥലത്ത് നിന്ന് മറ്റേ സ്ഥലത്തേക്ക് എത്തണം. ഇപ്പൊ പിന്നെ കുറെ ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. അപ്പൊ നമ്മളെ ഈ വാട്ടർ ഇതൊക്കെ ഉണ്ട് കംപ്ലീറ്റ്. നമ്മുടെ സോ മെനി തിങ്സ് ആർ ദർ. ഇനി അപ്പൊ എന്താ ഞാൻ പറയുന്നത്, നമ്മളെ എയർ പൊല്യൂഷന്റെ പല ആക്ടുകളുണ്ട്, അത് നമ്മൾ ഫോളോ ചെയ്യണം. അതാണ് നമ്മുടെ ഈ മോട്ടോർ വെഹിക്കിളൊക്കെ പണ്ട് ഇത്ര ഇത് വേണം, അത് വേണം, ഇത് വേണം, മറ്റേ ഇടയ്ക്കിടയ്ക്ക് ചെക്കിങ് വേണം, സർട്ടിഫിക്കറ്റ് വേണം, മറ്റേ ഇതൊക്കെ പറയുന്നത്. അതേമാതിരി ബോയിലർ, മറ്റേ ഇതൊക്കെ ഉണ്ട്, ഫർണസ്, ഇതൊക്കെ നമ്മുടെ റിഫൈനറീസ്, അതിൽ ഇത്രത്തോളം പറ്റും. ഇതൊക്കെ ഓരോന്നിനും നിബന്ധനകളുണ്ട്. അതേമാതിരി നമ്മുടെ ഫാക്ടറിയിൽ നിന്ന് പുറത്തു പോകുന്ന മാലിന്യങ്ങൾ എങ്ങനെ പ്രിസർവ് ചെയ്യണം, അതൊക്കെ അതിൻ്റെയൊക്കെ ഓരോന്നുണ്ട്. പിന്നെ അടുത്തെന്താ, ഇനി ഒന്ന് ശ്രദ്ധിക്കൂ കേട്ടോ. സ്റ്റേറ്റ്മെന്റ് ഓഫ് ഫോറസ്റ്റ് പ്രിൻസിപ്പിൾസ്. നമ്മുടെ ഭൂമിയിൽ അനവധി കണ്ടമാനം ഫോറസ്റ്റ് ഉണ്ടല്ലോ. പശ്ചിമഘട്ടം, പൂർവഘട്ടം
നമ്മുടെ നോർത്ത് ഇന്ത്യയിൽ നോക്കിക്കോളൂ, ഓരോരോ സ്ഥലങ്ങൾ, ഡെക്കാൻ പീഠഭൂമി, അതേമാതിരി പല സ്ഥലങ്ങളും ഫോറസ്റ്റ് ഉണ്ട്. ചിലത് നാമാവിശേഷമായ ആളുകൾ അത് വെട്ടിത്തെളിച്ച് അത് ഭൂമിയാക്കി പലതും പല 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 എന്താ പറയണ്ടേ, ആളുകൾ കാശുള്ള വലിയ വലിയ ധനികര് അതെല്ലാം പിന്നെ വെട്ടി മുഴുവൻ അത് എന്താ പറയണ്ടേ ഓരോരോ പ്ലോട്ടാക്കിയിട്ട് ഓരോ വിറ്റ് അതിന്റെ ഫലം എന്താണെന്ന് അറിയാമോ? Forest is very, very essential for the following reasons. One, to get rain, മഴ ഫോറസ്റ്റിലെ വേണം. രണ്ട്, ലാൻഡ് സ്ലൈഡ് പ്രൊവൈഡ് ചെയ്യാൻ, അതായത് നമ്മുടെ ഭൂമി, അതായത് മല ഇടിച്ചിലും മറ്റതൊക്കെ ഉണ്ട്, മരങ്ങൾ ഉണ്ടെങ്കിൽ അത് വേര് പിടിച്ചു നിർത്തും. പിന്നെ ഫോറസ്റ്റിൽ മെഡിസിൻ, പല മരങ്ങളും പല മെഡിസിൻ മറ്റതൊക്കെ തരുന്നതാണ്, ചെടികളും മറ്റതൊക്കെ. പിന്നെ റയർ അനിമൽസ്, ബേർഡ്സ്, എവിടെ അവര് ജീവിക്കുക? ആന, പുലി, ഇത് നാട്ടിൽ കൊണ്ടുവന്നിട്ട് ജീവിക്കുകയോ? ഇതൊക്കെ ഫോറസ്റ്റ് ഇല്ലെങ്കിൽ അവരെന്താ ചെയ്യുക? ഇങ്ങോട്ട് വരും അല്ലേ? കേരളത്തില് ഇപ്പോഴത്തെ ന്യൂസ് നോക്കുമ്പോൾ കടുവ ഇറങ്ങി, കടുവ ഇന്നും ഉണ്ട്. കടുവ ഇറങ്ങി, കടുവ പിറ്റേ ദിവസം പറയുന്നത് കൂട്ടിലാക്കി, പിറ്റേ ദിവസം പറഞ്ഞു അത് ഇഞ്ചേർഡാണ്, പിറ്റേ ദിവസം പറഞ്ഞു അത് പിന്നെ ഡോക്ടറുടെ അണ്ടർ ഇതാണ്, പിന്നെ പറഞ്ഞു ഞങ്ങൾ ഒബ്സർവ് ചെയ്യാണ്. ഡെയിലി കാണാൻ ഈ ഓർക്കണം, ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. എന്തുകൊണ്ട് കടുവ, ആന ഇതെല്ലാം പുറത്തു വരുന്നു? കാരണം അവർക്ക് അവിടെ ഭക്ഷണം കഴിക്കാൻ ഒന്നുമില്ല, വെള്ളമില്ല. പണ്ട് തടാകങ്ങൾ ഉണ്ടാവും, നീര് ഇറങ്ങിക്കൊണ്ടിരിക്കും, ഒന്നുമില്ല, എല്ലാം ഡ്രൈ ആയി. അപ്പൊ അതേമാതിരി അവർക്ക് ഇലകളില്ല തിന്നാൻ, മൃഗങ്ങളൊക്കെ അതേമാതിരി ജീവികളില്ലാതായി. അപ്പൊ ഇതാ നാട്ടിൽ വരണം, ആളെയും തിന്നുന്നു, മറ്റേ ആട്, കോഴി ഇതിനൊക്കെ തിന്നുന്നു. ഡെയിലി ഇഫ് യു സീ കേരള എനി ചാനൽ, ഇന്നോട്ടക്കം കടുവയെ പിടിച്ചതാണ്. ഇപ്പൊ ഞാൻ കടുവ പറഞ്ഞ ഒരു മൃഗത്തിന്റെ കാര്യം പറഞ്ഞല്ലോ, ഈ ആന, ഇതൊക്കെ നമ്മളെ വളരെയധികം ഈ സൂക്ഷിക്കേണ്ടതാണ്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആന നിങ്ങൾക്ക് എന്നും കേൾക്കാം ഈ റെയിൽവേ, അതായത് നമ്മുടെ വണ്ടി പോണ സമയത്ത്, നമ്മുടെ എസ്പെഷ്യലി പാലക്കാട് ആനകള് റെയിൽവേ ട്രാക്കിൽ നിന്ന് ആന ഇടിച്ചിട്ട് എത്രയോ ചാവുന്നത് റീസെന്റ് ആയിട്ടും കണ്ടു, 2 അപ്പൊ അതെല്ലാം നമ്മൾ ഇതെല്ലാം കാത്തു സൂക്ഷിക്കണം. അപ്പൊ ഫോറസ്റ്റ് പ്രിൻസിപ്പിൾസ് വേണം. അതായത് എങ്ങനെയാണ് നിങ്ങൾക്കറിയാമോ? ടേക്ക് ദി എക്സാമ്പിൾ ഓഫ് കർണാടക. വൈകുന്നേരം 9 മണി മുതൽ രാവിലെ 6 മണി വരെ ഒരു വെഹിക്കിളും പാസ് ചെയ്യാൻ പാടില്ല. നമ്മുടെ വയനാട് മറ്റപ്പുറത്തുനിന്ന് ബാംഗ്ലൂർ റൂട്ട്, മൈസൂർ റൂട്ട്, ഒരു വെഹിക്കിളിനും പോകാൻ പറ്റില്ല. കാരണം ആ സമയത്ത് മൃഗങ്ങൾ ഇറങ്ങുന്നതാണ് റൂട്ടിൽ. അപ്പോൾ എന്തുണ്ട്, അതൊക്കെ മൃഗങ്ങളെ ഇടിക്കാൻ തുടങ്ങി, ഈ വൈൽഡ് ആനിമൽസ് പിടിച്ചു കൊല്ലാൻ തുടങ്ങി നമ്മുടെ ട്രക്കൊക്കെ. അപ്പൊ അതുകൊണ്ട് കർണാടക, നമ്മൾ സുപ്രീം കോടതിയിൽ പോയി, നമ്മൾ പല ഒരു ഇതുമില്ല, അവർ തരില്ല എന്ന് പറഞ്ഞു, കാരണം മൃഗങ്ങളെ ചത്തുപോകണമെന്ന്. അപ്പൊ അതുകൊണ്ട് ഇന്നും എത്രയോ വർഷങ്ങളായി, അതുകൊണ്ട് ഭയങ്കര നഷ്ടമാണ് കേരളത്തിന്. കാരണം വെജിറ്റബിൾ കൊണ്ടുവരാൻ പറ്റുന്നില്ല, അത് രാവിലെ കൊണ്ടുവരാൻ പറ്റൂ, അല്ലെങ്കിൽ വൈകുന്നേരം 9 മണിയുടെ മുമ്പേ വേണം. 9 എന്ന് പറയാൻ ഞാനും അനുഭവിച്ചിട്ടുണ്ട്. അവിടെ കിടക്കണം, പിന്നെ രാവിലെ വണ്ടി ബസ് പോകും, അവിടെ റോഡിലെ സൈഡിൽ കിടക്കണം കാട്ടില്. ഇപ്പൊ നമ്മള് ബാംഗ്ലൂർ പോവാണെന്ന് വിചാരിക്കുക, അവിടെ നിർത്തും, സൈഡിൽ നിർത്തും, അങ്ങനെ ഓഫ് ചെയ്ത് വെക്കും വണ്ടി. എന്നാൽ രാവിലെ 6 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും, അതുവരെ അനങ്ങാൻ പാടില്ല, റോഡിൽ കൂടെ പോകാൻ പാടില്ല. എന്തിനാണ്? ദാറ്റ് ഇസ് ദ പ്രിൻസിപ്പിൾ അനൗൺസ്ഡ് ബൈ ദി കർണാടക ഗവൺമെന്റ് ടു പ്രൊട്ടക്ട് ദി വൈൽഡ് ലൈഫ്. ഓക്കെ. പിന്നെ അപ്പൊ ഇവിടെ ഫോറസ്റ്റ് ആർ എസെൻഷ്യൽ ഫോർ എക്കണോമിക് ഡെവലപ്മെന്റ്. പറയേണ്ട ആവശ്യമില്ലല്ലോ. കാട് വളരെ എക്കണോമിക് ഡെവലപ്മെന്റ് പറഞ്ഞാൽ നോക്കൂ, അതിൽ വരുന്ന വെള്ളം, പല മരങ്ങളും, പല ഔഷധങ്ങളും എല്ലാം, അതെല്ലാം നമ്മുടെ എക്കണോമിക് ഡെവലപ്മെന്റിനെ ബാധിക്കുന്നല്ലേ. പിന്നെ അടുത്ത്, ഫോറസ്റ്റ് പ്രിൻസിപ്പിൾ ഷുഡ് അപ്ലൈ all types of forest, എല്ലാ ഫോറസ്റ്റും, ബോത്ത് നാച്ചുറൽ ആൻഡ് നാച്ചുറൽ ആയിട്ട് ചില ഫോറസ്റ്റ് ഉണ്ട്, ചിലത് നമ്മള് മരങ്ങളെല്ലാം വെച്ചുപിടിപ്പിച്ചുള്ള ഫോറസ്റ്റ് ഉണ്ട്. ചിലത് നാച്ചുറൽ ആയിട്ട് ചില ഫോറസ്റ്റ് ഉണ്ട്, ചിലത് നമ്മളെ ഇതൊക്കെ നമ്മൾ ചെയ്യാൻ ഡസ്റ്റിനെ തടഞ്ഞു നിർത്തുന്ന ഫോറസ്റ്റ് അല്ലേ. ഈ
നമ്മുടെ ഈ ഓരോ വിധത്തിലുള്ള എയർ പൊല്യൂഷനെ കൺട്രോൾ ചെയ്യുന്നത് ഫോറസ്റ്റ് ആണ്. ഈ പൊടി പാടാലം നമ്മുടെ ഈ വേനൽക്കാലത്ത് ചുഴലിക്കാറ്റ് എന്താ മലയാളത്തില്, ആ ചുഴലിക്കാറ്റ് അതൊക്കെ തടഞ്ഞു നിർത്തുന്നത് മരങ്ങളാണ്, ഇലകള്. ഇല്ലെങ്കിൽ അതെല്ലാം നമ്മൾ ശ്വസിച്ച് നമ്മൾ ചത്തുപോകും. മനസ്സിലായില്ലേ? പിന്നെ അപ്പൊ അത് ഒരു സെർട്ടൻ പ്രിൻസിപ്പിൾ ഷുഡ് ബി ദെൻ ഫോറസ്റ്റ് റിസോഴ്സ്, കാട്ടിൽ നിന്ന് കിട്ടുന്ന എന്തെല്ലാം ചന്ദനം, ഇത് തേക്ക്, ഓരോരോ മരങ്ങള് റെയർ ഇതായിട്ടുള്ള പലതും ഉണ്ടല്ലോ നമ്മുടെ ഫോറസ്റ്റില്. പിന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് സെപ്പറേറ്റ് ആണ്. ഓർമ്മിക്കണം, സിവിൽ സർവീസ് പരീക്ഷ പാസ്സാവണം. ഈ ഫോറസ്റ്റ് IFS, ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് ഉണ്ട്, അതും സിവിൽ സർവീസ് പരീക്ഷയാണ്. അപ്പൊ അതിന്റെ അർത്ഥം എത്ര ഇമ്പോർട്ടൻസ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ കൊടുത്തിട്ടുണ്ടെന്ന് ആലോചിക്കണം. സിവിൽ സർവീസ് പരീക്ഷയിൽ പാസ്സാവണം. ഇതിന്റെ നമ്മുടെ എന്താ പറയണ്ടേ, ഫോറസ്റ്റ് കൺസർവേറ്റർ ആവണമെന്നുണ്ടെങ്കിൽ സിവിൽ സർവീസ് പരീക്ഷ IFS. ഫോറിൻ സർവീസും ഉണ്ട്, ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസിനും സിവിൽ സർവീസ് വേണം. അപ്പൊ അതിന് എത്ര ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. കാരണം എത്രയോ കോടിക്കണക്കിലുള്ള വരുമാനമുള്ളതും അതേമാതിരി നമ്മുടെ സ്വത്താണ് ഇന്ത്യയുടെ, അല്ലെങ്കിൽ സ്റ്റേറ്റിന്റെ. അപ്പൊ ഓർമ്മിക്കണം, ഈ ഫോറസ്റ്റ് എന്ന് പറയുന്നത് സ്റ്റേറ്റിന്റെ സബ്ജക്റ്റ് അല്ല. ഫോറസ്റ്റ് എന്ന് പറയുന്നത് കൺകറന്റ് ലിസ്റ്റ് ആണ്. അതായത് നമ്മുടെ സ്റ്റേറ്റിനും സെൻട്രൽ ഗവൺമെന്റിനും കൂടി ബാധകമായത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു കാട എന്ന് പറഞ്ഞാൽ, ഒരു പർവ്വതം പറഞ്ഞാൽ ഒരു സ്റ്റേറ്റിൽ ഒതുങ്ങുന്നതാണോ? ഹിമാലയം പറഞ്ഞ ഒരു സ്റ്റേറ്റിലാണോ? ഗംഗ ഒരു സ്റ്റേറ്റ് കൂടെയാണ് ഒഴുകുന്നത്? അല്ലല്ലോ. പശ്ചിമഘട്ടം, പൂർവ്വഘട്ടം കർണാടകയ്ക്ക് അങ്ങോട്ട് പോകുന്നുണ്ട് ഇല്ലേ? അപ്പോ ഇത് കൺകറന്റ് ലിസ്റ്റ് ആണ് പറയുന്നത്. എന്താണ്? യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്. കൺകറന്റ് പറഞ്ഞ സെൻട്രൽ ഗവൺമെന്റിന് സ്റ്റേറ്റ് ഗവൺമെന്റിന് അധികാരപ്പെട്ടത്, അതാണ് കൺകറന്റ് ലിസ്റ്റ്. യൂണിയൻ ലിസ്റ്റ് പറഞ്ഞ സെൻട്രൽ ഗവൺമെന്റ് അധികാരപ്പെട്ടത്, അതായത് റെയിൽവേ, ആർമി, നേവി, എയർഫോഴ്സ്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, എക്സ്റ്റേണൽ അഫയേഴ്സ്, അംബാസഡർ അപ്പോയിന്റ്മെന്റ്, ഇതൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ നമ്മുടെ സെൻട്രൽ എക്സൈസ്, കസ്റ്റംസ്, എയർപോർട്ട്, ഇതൊക്കെ സെൻട്രൽ ഗവൺമെന്റ് തന്നെയാണ്. പൈസ നമ്മുടെ ഇതെല്ലാം സെൻട്രൽ ഗവൺമെന്റിനാണ്. 96 സബ്ജക്റ്റ് ഉണ്ട്, മനസ്സിലായില്ലേ? അതില് സെൻട്രൽ ഗവൺമെന്റാണ് അധികാരം. സ്റ്റേറ്റ് ഗവൺമെന്റ് 66. ഏതാണ് സ്റ്റേറ്റ് ഗവൺമെന്റിന്? നമ്മുടെ ഫുഡ്, അഗ്രികൾച്ചറൽ, അതായത് ഇറിഗേഷൻ, അതായത് ജയില്, നമ്മുടെ മറ്റേ എഡ്യൂക്കേഷൻ, ഇതൊക്കെ ഉണ്ടല്ലോ, പലതും ഉണ്ടല്ലോ. അതൊക്കെ നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റിനാണ്. കൺകറന്റ് ലിസ്റ്റിൽ പെട്ടതാണ് പലതും. ഏത്? ഫോറസ്റ്റ്, എൻവയോൺമെന്റ് ആൻഡ് ഫോറസ്റ്റ്. മനസ്സിലായില്ലേ? കാരണം എന്താന്ന് വെച്ചാൽ ഇവിടുത്തെ എൻവയോൺമെന്റ് അവിടെയും, ഇവിടെ മഴ പെയ്താൽ ഈ നദി അങ്ങോട്ടല്ലേ ഒഴുകുന്നത്? ഹലോ, വെള്ളം അവിടെയും വരില്ലേ? മറ്റുള്ള സ്റ്റേറ്റിലേക്ക്, ഒരു സ്റ്റേറ്റ് കൂടെയാണ് ഒരു നദി ഒഴുകുന്നത്, മറ്റേ സ്റ്റേറ്റിലേക്ക് പോയില്ലേ? ഇപ്പൊ ബ്രഹ്മപുത്ര, നിങ്ങൾ കാവേരി എന്നിടത്തുള്ള 4 സ്റ്റേറ്റ് കൂടെ അല്ലേ ഓടുന്നത്? 4 സ്റ്റേറ്റിന് അധികാരപ്പെട്ടതാണ് കാവേരി. കർണാടക, തമിഴ്നാട്, പോണ്ടിച്ചേരി, കേരള. അതിന്റെ വാട്ടറിന്റെ ഷെയർ 4 സ്റ്റേറ്റിനാണ് അധികാരപ്പെട്ടതാണ്. അപ്പൊ ഇതൊക്കെ കൺകറന്റ് ലിസ്റ്റ് ആണ്. വേറൊരു ഉദാഹരണം, മാരേജ്, ഡൈവേഴ്സ്, ഇതും കൺകറന്റ് ലിസ്റ്റിലാണ്. മനസ്സിലായില്ലേ? അപ്പൊ ഇതൊക്കെ അങ്ങനെ പലതും ഉണ്ട്. കൂടുതൽ ഞാൻ പറയുന്നില്ല. മാരേജ് തമിഴ്നാട്ടിലത്തെ ഒരാൾ കേരളത്തിൽ കല്യാണം കഴിച്ചോളൂ, രാജസ്ഥാനിലുള്ള ഒരാൾക്ക് കേരളത്തിൽ നിന്ന് കല്യാണം കഴിച്ചോളൂ. ഡൈവേഴ്സും അതേ പ്രകാരമാണ്. അപ്പൊ ഇത് കൺകറന്റ് ലിസ്റ്റ് പെടും. അപ്പൊ അതാണ് ഞാൻ പറയുന്നത്. എൻവയോൺമെന്റും ഇതേമാതിരിയാണ് വരുന്നത്. ഫോറസ്റ്റ് റിസോഴ്സ് പറഞ്ഞു, അപ്പുറം വരുമ്പോൾ ഓക്കെ, ഫോറസ്റ്റ് ലിമിറ്റഡ് ബിക്കം എയർബോൺ പൊല്യൂഷൻ. ആകാശത്ത് നമ്മുടെ ഇതിലുള്ള അത് എയർബോൺ പൊല്യൂഷൻ ശ്രദ്ധിച്ചോളൂ. എന്താ പറ്റിയത്? നമ്മുടെ ഭോപ്പാൽ ഗ്യാസ് ട്രാജഡിക്ക് എന്താ പറ്റിയത്? എയർബോൺ, അവിടുത്തെ പൊല്യൂഷനാണ് പറ്റിയത്. നമ്മുടെ പൊട്ടിത്തെറിച്ച് അത് ശ്വസിച്ചിട്ടാണ് മരിച്ചത്. അതേമാതിരി എൻഡോസൾഫാൻ കാസർഗോഡ്, കേരള. അപ്പൊ അത് എയർബോൺ, അവിടെ പെസ്റ്റിസൈഡ് സ്പ്രെഡ് ചെയ്തു, അത് ശ്വസിച്ചു ഭൂമിക്ക്. അത് ഭൂമിയിലും കുഴപ്പമായി, വളർന്നു വരുന്നത് അതും കുഴപ്പമായി, ആളുകൾ ശ്വസിക്കുകയും ചെയ്തു. ഭോപ്പാലും അതേമാതിരിയാണ്. അപ്പൊ എയർബോൺ ഡിസീസ് ചിലതുണ്ട്, പൊല്യൂഷൻ. അപ്പൊ അത് നമ്മൾ കൺട്രോൾ ചെയ്യണം. പിന്നെ അത് കഴിഞ്ഞിട്ട് നാഷണൽ ഫോറസ്റ്റ് പോളിസിന്റെ പിന്നെ വേറൊരു പ്രധാനപ്പെട്ട സ്ത്രീകളുടെ പാർട്ടിസിപ്പേഷൻ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഫോറസ്റ്റ് കൺസർവേഷനും പറഞ്ഞു കഴിഞ്ഞു. അതിന് ഒഫീഷ്യൽസിന് അപ്പോൾ ഹൈലി ട്രെയിൻഡ് ആണ്. കാരണം എന്തെങ്കിൽ മൃഗങ്ങളെ കാത്തു സൂക്ഷിക്കുന്നതും ഇതൊന്നും, അതേമാതിരി അത് നമ്മുടെ റിച്ച് റിസോഴ്സസ് ആണ്, അതിനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യാനൊക്കെ ആളുകളുണ്ട്. പിന്നെ കൺവെൻഷൻ, അത് ഇത് പിന്നെന്താണ്,
ഗ്രീൻ ഹൗസ് ഗ്യാസസ് 6 ഗ്രീൻ ഹൗസ് ഗ്യാസസ്. അതായത് ഗ്രീൻ ഹൗസ് ഗ്യാസ് 6 എണ്ണം ഏതൊക്കെയാണ് അറിയോ? 1 കാർബൺ ഡൈ ഓക്സൈഡ്, 2 മിത്തേൻ, 3 നൈട്രസ് ഓക്സൈഡ്, 4 ഹൈഡ്രോ ഫ്ലോറോ കാർബൺ, 5 ഫ്ലോറോ കാർബൺ, 6 സൾഫർ ഹെക്സാ ഫ്ലോറൈഡ്. ഇതാണ് 6 ഗ്രീൻ ഹൗസ് ഗ്യാസസ്. ഗ്രീൻ ഹൗസ് ഗ്യാസ് പറഞ്ഞാൽ ഹരിത ഗൃഹവാതകങ്ങൾ. അതാണ് ഇത്. ഓക്കെ, ഇനി പ്രധാനപ്പെട്ടത് എന്താണ്? ഓക്കെ, കൺവെൻഷൻ ഓഫ് ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി. ഓക്കെ, ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി. ഓക്കെ, യെസ്, ഓക്കെ. ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി ആൻഡ് 3 മെയിൻ ഒബ്ജക്റ്റീവ്. കൺസർവേഷൻ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി നിങ്ങൾക്കറിയാം. Sustainable use of components, biological diversity, fair and equitable sharing of benefits arising out of the utilization generic resource. എല്ലാവർക്കും ഈക്വലായി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് ഉള്ളത് ഭൂമിയിലുള്ളത് ഓരോരുത്തർക്കും. മറ്റേത് പിന്നെ 2 decades after the Earth Summit, it was felt that there was a need to redirect and re-energize political commitment. ഇതെല്ലാം നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ വിൽ പവർ വേണം. ടു ദ 3 dimensions of sustainable development. സുസ്ഥിര വികസനത്തിന് ഇത്തരത്തിലുള്ള പോളിസി ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള അത് വേണം. ലീഡർഷിപ്പ് ക്വാളിറ്റി വേണം, എക്കണോമിക് ഗ്രോത്ത് വേണം, സോഷ്യൽ ഇംപ്രൂവ്മെന്റ് വേണം, എൻവയോൺമെന്റ് പ്രൊട്ടക്ട് ചെയ്യണം. ഹൗവർ വിത്ത് ഗ്രോയിങ് കൺസേൺ ഓഫ് എൻവയോൺമെന്റൽ ഡീഗ്രേഡ് ചെയ്യണം. എൻവയോൺമെന്റ് ഇപ്പോ പല വിധത്തിലുള്ള പൊല്യൂഷൻ കൊണ്ട് ഡീഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ. അത് ജനങ്ങളുടെ ആരോഗ്യത്തിനെ സാരമായി ബാധിക്കുന്നുണ്ട്. ആൻഡ് ഇൻകം ഇൻഈക്വാലിറ്റി പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇന്ത്യ 75 കൊല്ലമായി സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഇന്നും ധനികൻ തന്നെ പറയണ്ടല്ലോ, ബാക്കി പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ ഇൻഈക്വാലിറ്റി ഉണ്ട്. നിങ്ങൾ ആലോചിച്ചോളൂ, നിങ്ങൾക്ക് വിട്ടു തരുന്നു. ഞാനൊന്നും ഇതിനെപ്പറ്റി പറയുന്നില്ല, കുറെ പറയാനുണ്ട്. ഓക്കെ, ഇൻഈക്വാലിറ്റി ഒരു വ്യത്യാസം ആളുകൾക്ക് കാണുന്നില്ല. നമ്മൾ കുറെ ഇത് കൊടുക്കുന്നുണ്ട്, അത് കൊടുക്കുന്നുണ്ട്, ഇത് കൊടുക്കുന്നുണ്ട്, അല്ലാണ്ട് ഈ ഇൻഈക്വാലിറ്റിയാണ് പല സ്ഥലത്തും. പിന്നെ കുറെ ഇമ്പ്രൂവ്മെന്റ് ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. ഇൻഈക്വാലിറ്റി പ്രിവൈൽസ്, അല്ലെങ്കിൽ ഇത് പറയില്ലല്ലോ. ദി ഇമ്പോർട്ടൻസ് ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് കെപ്റ്റ് ഇൻക്രീസിങ്. അപ്പൊ അതുകൊണ്ട് ഇതിന്റെ ഇമ്പോർട്ടൻസ് കൂടി വരികയാണ്. സസ്റ്റൈനബിൾ ജനങ്ങൾക്ക് ജീവിക്കണ്ടേ. It got reflected in the participation of Rio Plus 20 with regard പുസ്തകം വായിക്കുക ജസ്റ്റ് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് കേട്ടോ. പിന്നെ ഇതിലെ ഈ സമ്മിറ്റിലെ എർത്ത് സമ്മിറ്റിലെ എല്ലാ രാജ്യങ്ങളിലത്തെ ആളുകളും മിനിസ്റ്റർമാരും, ചിലപ്പോൾ പ്രധാനമന്ത്രിമാരായിരിക്കും, ചിലപ്പോൾ മിനിസ്റ്റർ ആയിരിക്കും. അതാത് മിനിസ്റ്റർ, എൻവയോൺമെന്റ് മിനിസ്റ്റർ, ലേബർ കോൺഫറൻസ് എന്ന് വെച്ചാൽ ലേബർ മിനിസ്റ്റർ, അങ്ങനെ അവരൊക്കെ അറ്റൻഡ് ചെയ്യും. ഇപ്പൊ കഴിഞ്ഞ മീറ്റിങ്ങിൽ തന്നെ 40,000 ആളുകള്, അതായത് UN-ലെ ഇതേവരെയുള്ള ഏറ്റവും വലിയൊരു മീറ്റിംഗ് ആയിരുന്നു. 40,000. ഇനി a critical appraisal of international convention since 1992. The number of multilateral ബഹുമുഖ എൻവയോൺമെന്റൽ എഗ്രിമെന്റ്, അനവധി എഗ്രിമെന്റ് സൈൻ ചെയ്തിട്ടുണ്ട് ഓരോ രാജ്യങ്ങളായിട്ട് കേട്ടോ. ഓരോ രാജ്യങ്ങൾക്ക് ആവശ്യം ഉണ്ടാവില്ല. ചിലത് ഹാസ് ഗ്രോൺ, ചില രാജ്യങ്ങൾ അത് ആവശ്യമാണ്, ചില ഇത് ആവശ്യമാണ്, അങ്ങനെയാണ്. മിനറൽസ് ആവശ്യമാണ്, മെറ്റൽസ് ആവശ്യമാണ്, ചില പ്രത്യേക മരങ്ങൾ ആവശ്യമാണ് ചില കാര്യങ്ങളിലൊക്കെ, തീപ്പെട്ടി മറ്റേത് പല കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അഗ്രിമെന്റ് ഉണ്ടാവും. ആൻഡ് ദർ ആർ മെനി ഹൺഡ്രഡ്സ് ബൈൻഡിങ് many hundreds of binding and non-binding global agreement. ബൈൻഡിങ് ഉണ്ട്, നോൺ ബൈൻഡിങ് അഗ്രിമെന്റ് ഉണ്ട്, ചിലത് അഗ്രിമെന്റ് ഇല്ലാത്തതുണ്ട്, ഓറലായിട്ടുണ്ട്. ഓൺ എൻവയോൺമെന്റൽ ഇഷ്യൂസ് as well as a wide range of other agreements that address social and economic aspects of a development despite the environmental problem have intensified. ലോകത്തിലാകമാന എൻവയോൺമെന്റ് പ്രോബ്ലം ഇന്റൻസിഫൈ ചെയ്തിട്ടുണ്ട്, കൂടുതലായി വന്നിട്ടുണ്ട്. The question arises why much progress could not be achieved. അപ്പൊ എന്താണ് പ്രശ്നം? ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും ശരി, പിന്നെ വളരെയധികം പ്രോഗ്രസ് ഉണ്ടായിട്ടില്ല. അതാണ് ഈ ക്രിട്ടിക്കൽ ഇവിടെ പറയുന്നത്. അതായത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ വളരെയധികം സ്ട്രെങ്തൻ ചെയ്യണം ഈ ഇത്. അതേമാതിരി യുണൈറ്റഡ് നേഷൻസിന്റെ ഓരോരോ ഇത്, പിന്നെ ജെൻഡർ ഈക്വിറ്റി വേണം, പിന്നെ ലാൻഡ് ഡീഗ്രേഡേഷൻ പ്രിവെൻഷൻ അത് വേണം, ലാൻഡ് പ്ലാനിങ്, സസ്റ്റൈനബിൾ സിറ്റിയൊക്കെ നമ്മൾ ഇത് ചെയ്യുമ്പോൾ പ്ലാൻ ചെയ്യണം. അല്ലെങ്കിൽ ചണ്ഡീഗഡ് ഇൻ ഇന്ത്യ പ്ലാൻ ചെയ്യണം. അത് അല്ലെങ്കിൽ പ്രശ്നം വരും. വെള്ളം മറ്റേതൊക്കെ സമയത്ത് പ്രശ്നം വരും. ഡെവലപ്പിംഗ് ടൂൾസ്
പിന്നെ സസ്റ്റൈനബിൾ ഓരോ സിറ്റിയും ടൗണൊക്കെ അർബൻ സെറ്റിൽമെന്റ് ഒക്കെ വീടുകൾ വെക്കുമ്പോഴും ഒക്കെ വളരെ റോഡ് ഇതെല്ലാം കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ വളരെ അതായത് ഡ്രെയിനേജും അതും ഇതും പ്ലാനിങ്ങും ഇതെല്ലാം. ടേക്ക് ദി എക്സാമ്പിൾ ചണ്ഡീഗഡ്, വെൽ പ്ലാൻഡ് സിറ്റി ഇൻ ഇന്ത്യ. മനസ്സിലായില്ലേ? അതേമാതിരിയുള്ള സിറ്റിയാണ് ഇന്ത്യക്ക് വേണ്ടത്. ഓക്കെ, പിന്നെ ഒരേമാതിരി റോഡ്, ഒരേ സർക്കിള്, മരങ്ങള്, അത് ഇത് ഓരോരോ സെക്ടറായിട്ട് ഡിവൈഡ് ചെയ്തിരുന്നു. അതിൽ വീട് എങ്ങോട്ട്, അതായത് ഇത്ര നില പാടുന്നുണ്ട്, അല്ലാണ്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഒരു 15 നില കെട്ടാനൊന്നും പറ്റില്ല അവിടെ. ഓക്കെ, അതേ പ്രകാരം ട്രാഫിക് റെഗുലേഷൻസ് ഉണ്ട്, അതേ പ്രകാരം ടൈറ്റ് എന്താ പറയണ്ടേ എസ്റ്റേറ്റ് മാനേജ്മെന്റ് ഇതുണ്ട് അവിടെ. അതേമാതിരി വീടിന്റെ മുഖം എല്ലാം ഒരേമാതിരി ഒരേ ലൈനിലായിരിക്കും. അത് അല്ലാണ്ട് നമ്മളൊന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ട്. അതിൽ പറഞ്ഞിട്ടുണ്ട് വെന്റിലേഷൻ എങ്ങനെ, അതൊക്കെ അതിൽ പറഞ്ഞിട്ടുണ്ട്. ഓരോ ഇതിൽ ഒരു ഇതുണ്ട്. അപ്പൊ ഡിസ്പൈറ്റ് ദിസ് എൻവയോൺമെന്റൽ പ്രോബ്ലംസ് ഹാവ് ഇന്റൻസിഫൈഡ് ഗ്ലോബലി, ദ ക്വസ്റ്റ്യൻ അറൈസസ് വൈ നമ്മുടെ. അപ്പൊ എന്താണെന്ന് വെച്ചാൽ പലതും നമ്മളെ പ്രോഗ്രസ് ചെയ്തിട്ടില്ല ചിലത്. അപ്പൊ ഇവിടെ വേറൊരു കാര്യം പറയാനുള്ളത്, യെസ് ഓക്കെ UNEP ഇവിടെ കൺക്ലൂഷനിൽ ഒരു കാര്യം കൂടി പറയട്ടെ. Environment being a global common, it is difficult or rather impossible for one or a few nations to ensure. ഒരു രാജ്യവും മറ്റേ രാജ്യം മാത്രം ഇത് ചെയ്താൽ പറയാം, എല്ലാ രാജ്യങ്ങളും ഇത് ഫോളോ ചെയ്യണം. എ വേൾഡ് വൈഡ് കോപ്പറേഷൻ ഈസ് നീഡഡ് ഫോർ ദിസ്. അപ്പൊ മനസ്സിലായില്ലേ? അപ്പൊ നമ്മുടെ കോവിഡിലുള്ള സമയത്ത് നമ്മൾ മാത്രം ഫോളോ ചെയ്തത്, മറ്റുള്ളവർ ഫോളോ ചെയ്യില്ല അവിടെ, അല്ലെങ്കിൽ അവിടുത്തെ ഇങ്ങോട്ട് വരില്ലേ. സോ വേൾഡ് വൈഡ് കോപ്പറേഷൻ ഈസ് നീഡഡ്. ശ്രദ്ധിച്ചോളൂ, ലോകത്തിലാകമാനം ഇതേമാതിരിയുള്ള സമയത്ത് സഹകരണം അത്യാവശ്യമാണ്. പക്ഷെ സഹായിക്കാണ്ട്, എല്ലാവരും സഹകരിക്കേണ്ട. അറ്റ് ദ സെയിം ടൈം നിങ്ങൾക്കറിയില്ല, എല്ലാ പ്ലെയിനും എല്ലാം സ്റ്റോപ്പേജ് ആയില്ലേ എല്ലാ സ്ഥലത്തും. അറ്റ് ദ സെയിം ടൈം ഇറ്റ് ഈസ് ഡെവലപ്ഡ് കൺട്രി വിച്ച് ഹാവ് കോൺട്രിബ്യൂട്ടഡ് മോർ. ഡെവലപ്ഡ് കൺട്രിയാണ് ഏറ്റവും കൂടുതൽ ഡാമേജ് ഉണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ ഇന്റർനാഷണൽ കൺവെൻഷൻ ഉണ്ട്, explore the win-win solutions of economic growth, environmental protection and social equality on one hand, so assigning some common and differentiated responsibility between അതായത് ഡെവലപ്ഡ് കൺട്രിയും ഡെവലപ്പിംഗ് കൺട്രിയും തമ്മിലുള്ള റെസ്പോൺസിബിലിറ്റി. അതായത് ആൾറെഡി വളർച്ച വന്ന നമ്മുടെ രാജ്യങ്ങളും നമ്മുടെ ഇന്ത്യ ഡെവലപ്പിംഗ് കൺട്രിയാണ്. അപ്പൊ പരസ്പര സഹായം പല കാര്യങ്ങളിലും അത്യാവശ്യമാണ്. സോ ഇന്ത്യ പ്രിഫേഴ്സ് protection and demand for a fair and equitable global trade, okay, global trade regime to achieve development. Okay, regarding green economy, this most of the green environment friendly technologies are with the developed countries. Therefore, developing countries like India want this international forum to facilitate the transfer of these technologies from the developed countries to developing countries at a reasonable price. പിന്നെ വേറൊരു കാര്യം, അവിടുന്ന് എന്തെങ്കിലും അപ്ലൈ ചെയ്യേണ്ടത്. അപ്പൊ എന്താണെന്ന് വെച്ചാൽ, സോ നമ്മള് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ടെക്നോളജി ട്രാൻസ്ഫറിനൊക്കെ റീസണബിൾ പ്രൈസസ്, അല്ലെങ്കിൽ ഓരോരോ കാര്യങ്ങൾ നമ്മുടെ ഇന്ത്യക്ക് ഓരോ മിഷനറിയൊക്കെ സപ്ലൈ ചെയ്യുന്ന സമയത്തുണ്ടല്ലോ റീസണബിൾ പ്രൈസ്. പിന്നെ എന്താണ് ആസിഡ് റെയിൻ പറഞ്ഞാൽ? ആസിഡ് റെയിൻ പറഞ്ഞാൽ ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ആസിഡ് ഡിപ്പോസിഷൻ. നമ്മുടെ ആകാശത്തിൽ ഈ ആസിഡ് അക്യുമുലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പ്രസിപ്പിറ്റേറ്റ് ചെയ്തിട്ട് ആസിഡിക് കോമ്പോണൻസ്, പിന്നെ സൾഫ്യൂരിക്, നൈട്രിക്, അതേപോലെയുള്ള ആസിഡ് ഉണ്ടല്ലോ, ആ കോമ്പൗണ്ട്സ്, സൾഫർ ഓക്സൈഡ്, നൈട്രജൻ ഓക്സൈഡ്, ഇതെല്ലാം പിന്നെ അത് റിലീസ് ചെയ്യുന്നു നമ്മുടെ ഈ ഇതിന്ന് ഫർണസിൽ നിന്നൊക്കെ. അത് പിന്നീട് നമുക്ക് അത് വേപ്പറായിട്ട്, മഴത്തുള്ളികളായിട്ട് താഴേക്ക് കെമിക്കൽസ് ഇതായിട്ട് നമുക്ക് വരുന്നു. പിന്നെ ഇന്റർനാഷണൽ ഈക്വിറ്റി എന്ന് പറഞ്ഞാൽ മറ്റുള്ള രാജ്യങ്ങളായിട്ടുള്ള നമ്മുടെ ഈക്വിറ്റി, ഇന്റർനാഷണൽ ഈക്വിറ്റി മറ്റുള്ള രാജ്യങ്ങൾ. ഗ്രീൻ എക്കണോമി പറഞ്ഞാൽ കമ്പൈൻ എക്കണോമിക് ആൻഡ് എക്കോളജി. ഓക്കെ, ആൻഡ് ദ ഫോക്കസ് ഓഫ് എക്കോണമി ഷുഡ് നോട്ട് ഓൺലി ടു ബിക്കം ഇന്റർനാഷണലി കോമ്പറ്റേറ്റീവ്, ബട്ട് ആൾസോ എൻവയോൺമെന്റ് ഫ്രണ്ട്ലി ആയിരിക്കണം. പിന്നെ യുണൈറ്റഡ് നേഷൻ കോൺഫറൻസ് ഓൺ എൻവയോൺമെന്റ് ആൻഡ് ഡെവലപ്മെന്റ് ഈസ് ആൾസോ നോൺ ആസ് റിയോ ഡോ ജനറിയോ, അതായത് ബ്രസീലാണ്. എർത്ത് സമ്മിറ്റ്, അതും ബ്രസീലാണ്. ഇതെല്ലാം നമ്മുടെ ക്ലൈമാറ്റിക് കണ്ടീഷനെ പറ്റിയിട്ടാണ് ഇതെല്ലാം പറയുന്നത്. പിന്നെ യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെന്റൽ പ്രോഗ്രാം, അത് ഇറ്റ് ഈസ് എ പ്രോഗ്രാം റെസ്പോൺസിബിൾ ഫോർ recording responsive to environment issues
within the United Nations system. It came up in 1972. Thank you very much.